നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ ഈ നെറ്റ്വർക്ക് കമ്പോണൻസിനെ പറ്റി പറഞ്ഞു. അതിനു മുമ്പ് നമ്മൾ ഈ സ്വിച്ചിൻ്റെ കോൺഫിഗറേഷൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചിരുന്നു അല്ലേ. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അതിൻ്റെ കൂടെ തന്നെ ബേസിക് ആയിട്ടുള്ള VLAN കോൺഫിഗറേഷൻ, വിർച്വൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, അതിൻ്റെ കോൺഫിഗറേഷൻസും പഠിക്കാം. ഓക്കെ, അതിനുള്ള ബേസിക് കുറച്ച് കമാൻഡ്സ് ഉണ്ട്. ഒരുപാട് കമാൻഡ്സ് ഉണ്ട് ഇതിനകത്ത്. പക്ഷേ നമുക്ക് അത്യാവശ്യം വേണ്ട കമാൻഡ്സ് മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ. കൂടുതൽ കമാൻഡ്സ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷൻസ് വരും. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കമാൻഡ്സ് മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ നോട്ട് തന്നിരുന്നോ? ഞാൻ ബേസിക് സ്വിച്ച് കോൺഫിഗറേഷൻ കമാൻഡ്സ് തന്നിട്ടില്ല എന്ന് തോന്നുന്നല്ലേ. ഓക്കെ, മെയിനായിട്ടുള്ള കുറച്ച് കമാൻഡ്സ്. ഇപ്പം നമ്മൾ സ്വിച്ചും കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷൻ പോർട്ട് വഴിയാണ്. നമ്മളതിനകത്ത് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നത് കോം പോർട്ട് വഴിയാണ് കണക്ട് ചെയ്യുന്നത് സ്വിച്ചിനകത്ത് കോൺഫിഗറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതല്ലാതെ സ്വിച്ചിനകത്ത് ലോഗിൻ ചെയ്തിട്ട് അതിൻ്റെ വെബ് ഇൻ്റർഫേസ് വഴിയും പ്രോഗ്രാം ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ പ്രോഗ്രാമിങ്ങിന് വേണ്ടിയിട്ടുള്ള കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് CLI എന്ന് പറഞ്ഞ മോഡൽ ആണ് നമ്മളിതിൻ്റെ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നത്. ഡോസ് മോഡ് പോലെയുള്ള കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് ആണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് കുറേ കമാൻഡ്സ് ഒക്കെ ടൈപ്പ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതിൽ സ്വിച്ചിനകത്തായാലും റൗട്ടറിനകത്തായാലും അത് എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യുന്ന കമാൻഡാണ് എനേബിൾ അല്ലെങ്കിൽ EN എന്നുള്ള കമാൻഡ്. ഓക്കെ, അത് EN ടൈപ്പ് ചെയ്തിട്ട് ടാബ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കംപ്ലീറ്റ് ആവും. എനേബിൾ എന്നുള്ള ഓട്ടോമാറ്റിക്കായിട്ട് കംപ്ലീറ്റ് ആയി വരും. അതുപോലെ തന്നെ കോൺഫിഗർ ടെർമിനൽ എന്നുള്ള കമാൻഡാണ് നമ്മൾ സ്വിച്ചൊക്കെ കോൺഫിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കമാൻഡ്. ഓക്കെ, ആ കമാൻഡ് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻ്റർഫേസിൽ പ്രോംപ്റ്റായിട്ട് നമുക്ക് സ്വിച്ച് ബ്രാക്കറ്റിൽ കോൺഫിഗ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോംപ്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഒരു ഹാഷ് സിമ്പിളും കിട്ടും. അപ്പോൾ എനേബിൾ ചെയ്യുന്നതിന് മുമ്പ് ഒരു ഗ്രേറ്റർ ദാൻ സിമ്പിൾ ആയിരിക്കും നമ്മുടെ സ്വിച്ചിൻ്റെ പേരിൻ്റെ മുൻഭാഗത്ത് ഉണ്ടാവുന്നത്. ഓക്കെ, അവിടെയാണ് നമ്മൾ കമാൻഡ് ടൈപ്പ് ചെയ്ത് തുടങ്ങുന്നത്. ഓക്കെ, ഈ കമാൻഡ് പ്രോംപ്റ്റ്, അതായത് സ്വിച്ചിൻ്റെ കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് ആണത്. ഒരു ബ്ലാക്ക് സ്ക്രീന് ആയിട്ടാണ് നമുക്ക് കാണിക്കുക റിയൽ കമ്പ്യൂട്ടറിനകത്ത്. ഓക്കെ, അപ്പോൾ ഈ കോൺഫിഗറേഷൻ മോഡാണെങ്കിൽ, അതായത് ഗ്ലോബൽ കോൺഫിഗറേഷൻ മോഡാണെങ്കിൽ സ്വിച്ചിൻ്റെ പേര് കഴിഞ്ഞിട്ട് കോൺഫിഗ് എന്നുള്ള പേര് കാണിക്കും. ഈ സ്വിച്ച് എന്നുള്ളത് മാറ്റി നമുക്ക് വേറെ റീനെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുള്ള കമാൻഡാണ് ഹോസ്റ്റ് നെയിം. ഓക്കെ, ഇത് അതിൻ്റെ ഹോസ്റ്റ് നെയിം ആണ്, സ്വിച്ചിൻ്റെ ഹോസ്റ്റ് നെയിം. ഓക്കെ, അപ്പോൾ നമ്മൾ ഹോസ്റ്റ് നെയിം ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് ഏത് പേരാണോ വേണ്ടത് ആ പേര് ടൈപ്പ് ചെയ്താൽ നമ്മുടെ ആ സ്വിച്ചിൻ്റെ ഹോസ്റ്റ് നെയിം മാറും. അപ്പോൾ ഇവിടെ CHNM ബ്രാക്കറ്റ് കോൺഫിഗ് ഹാഷ് എന്നുള്ള പേരിലോട്ട് മാറി. പിന്നെ അതിനകത്ത് നമുക്ക് VLAN ID ക്രിയേറ്റ് ചെയ്യണം, വിർച്വൽ LAN. അപ്പോൾ ഓരോ നെറ്റ്വർക്കിൻ്റെ ഒരു സ്വിച്ചിനകത്ത് ഒന്നിൽ കൂടുതൽ വിർച്വൽ LAN IDകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, വിർച്വൽ LAN ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ ഓരോ വിർച്വൽ LANനും ഒരു VLAN ID പ്രൊവൈഡ് ചെയ്യും. അത് നമ്മൾ ഓരോ നെറ്റ്വർക്കിനും, അതായത് ഓരോ വിർച്വൽ നെറ്റ്വർക്കിനും ഓരോ VLAN ID ആണ് കൊടുക്കുക. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു സിമ്പിൾ കാണിക്കുന്നുണ്ട്. ഇതിനകത്ത് ആദ്യത്തെ ഈ സ്വിച്ച് വഴി കണക്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ഏരിയ ഒരു VLAN ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ രണ്ടാമത്തെ 2 കമ്പ്യൂട്ടർ, അത് ഫ്ലോർ 2 എന്നുള്ള ഫ്ലോർ 2ലുള്ള 2 കമ്പ്യൂട്ടറാണ്. അത് വേറെ ഒരു VLAN ആണ്. ഓക്കെ, അപ്പോൾ ഈ 2 ലോക്കൽ ഏരിയ നെറ്റ്വർക്കും തമ്മിൽ കണക്ട് ചെയ്യാനും ഫയൽ ട്രാൻസ്ഫർ ചെയ്യാനൊക്കെയുള്ള കമാൻഡ്സ് ആണ് നമുക്ക് ചെയ്യേണ്ടത്.
പിന്നെ റീനെയിം, VLAN റീനെയിം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു VLAN ID ക്രിയേറ്റ് ചെയ്യും. അതായത് ജസ്റ്റ് VLAN ടൈപ്പ് ചെയ്തിട്ട് ID നമ്പർ 2, 3, 4, 5 എത്ര വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ആ ഒരു ഐഡൻറ്റിറ്റി നമ്പറാണ് അത്. വേണമെങ്കിൽ ചിലരൊക്കെ IP അഡ്രസ്സിൻ്റെ ബേസിൽ അങ്ങനെയും ചിലർ കൊടുക്കാറുണ്ട്. അതായത് VLAN 10 എന്ന് പറഞ്ഞ് കൊടുക്കും. എന്നിട്ട് 10.1 എന്നുള്ള IP അഡ്രസ്സ് കൊടുക്കും. അതായത് 192.168.10.1 അങ്ങനെയുള്ള VLAN സിസ്റ്റത്തിന് വേണ്ടിയിട്ട് VLAN നമ്പർ 10 എന്ന് കൊടുക്കും. അതുപോലെ തന്നെ 192.168.20.1 എന്നുള്ള സീരീസിലുള്ള വിർച്വൽ LAN ആണെങ്കിൽ VLAN ID 20 എന്ന് കൊടുക്കുന്നവരുണ്ട് ചിലർ. അത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാം. VLANൻ്റെ ഐഡിയും VLANൻ്റെ പേരും. അപ്പോൾ VLANൻ്റെ പേര് മാറ്റാൻ വേണ്ടിയിട്ട് VLAN ID ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നെയിം എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഏത് നെയിമാണോ വേണ്ടത് അത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് നോക്കുക നിങ്ങൾ കോൺഫിഗ് ടെർമിനകത്ത് CHNM കോൺഫിഗ് VLAN അങ്ങനെയാണ് കാണുന്നത്. അതിന് ശേഷമാണ് നമ്മൾ അക്കൗണ്ട്സ് എന്നുള്ള പേര് മാറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു കോൺഫിഗറേഷൻ ഏതാണ്, VLAN ആണോ ഇൻ്റർഫേസ് ആണോ എന്നുള്ളത് ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിപ്പോൾ VLANൻ്റെ നെയിമാണ് മാറ്റുന്നത്. പിന്നെ അതുപോലെ തന്നെ VLANൻ്റെ കോൺഫിഗറേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഗ്ലോബൽ കോൺഫിഗറേഷൻ മോഡിലോട്ട് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സിറ്റ് എന്ന് ടൈപ്പ് ചെയ്താൽ അതിൻ്റെ ജസ്റ്റ് ഈ VLAN എന്നുള്ള ആ മോഡിൽ നിന്ന് പുറത്തോട്ട് വരും, കോൺഫിഗറേഷൻ മോഡിലോട്ട് വരും. ഓക്കെ, അല്ലാതെ നമുക്ക് ഡയറക്റ്റായിട്ട് പ്രിവിലേജ് മോഡിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇതാണ് പ്രിവിലേജ് മോഡ്. അതായത് കോൺഫിഗറേഷൻ മോഡൊന്നുമല്ല, അതിലെത്തുന്നതിന് മുമ്പുള്ള മോഡാണ് പ്രിവിലേജ് മോഡ്. അതിന് നമുക്ക് ഏത് സ്റ്റേജിലായാലും അവിടെ നമ്മൾ എൻഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് പ്രിവിലേജ് മോഡിലോട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ എക്സിറ്റ് അടിച്ച് വരുന്നതിന് പകരം നേരിട്ട് എൻഡ് എന്ന് പറഞ്ഞു കൊടുത്താൽ നേരിട്ട് പ്രിവിലേജ് മോഡിലോട്ട് വരുന്നതാണ്. പിന്നെ ഏതെങ്കിലും നമ്മൾ കോൺഫിഗറേഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം അത് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റൈറ്റ് മെമ്മറി എന്നുള്ള കമാൻഡ് ആണ് യൂസ് ചെയ്യുന്നതിന്. അപ്പോൾ അതിന് ഫുള്ളായിട്ട് ടൈപ്പ് ചെയ്യണമെന്ന് നിർബന്ധമല്ല, WR എന്ന് മാത്രം ടൈപ്പ് ചെയ്താലും അത് വർക്ക് ചെയ്യും. അതുപോലെ തന്നെ ഈ എക്സിറ്റിനകത്ത് നമ്മൾ ഫുൾ എക്സിറ്റ് എന്ന് ടൈപ്പ് ചെയ്യണമെന്നില്ല, എന്ന് ടൈപ്പ് ചെയ്താലും എക്സിറ്റ് ആയിട്ട് വർക്ക് ചെയ്യും. അതുപോലെ തന്നെ ഹോസ്റ്റിന് പകരം നമ്മൾ ഹോസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് ടാബ് ബട്ടൺ പ്രസ് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ഹോസ്റ്റ് നെയിം എന്ന് വന്നോളും. ഓക്കെ, കോൺഫിഗർ ടെർമിനലിൽ നമ്മൾ ഇത് കംപ്ലീറ്റ് ടൈപ്പ് ചെയ്യണമെന്നില്ല, കോൺഫിഗ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് T എന്ന് മാത്രം ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. കോൺഫിഗ് T എന്ന് മാത്രം ടൈപ്പ് ചെയ്താലും മതി. അപ്പോൾ അതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കി എൻ്റർ ആയിക്കോളും. പിന്നെ VLAN ഇൻഫർമേഷൻ അറിയാൻ വേണ്ടിയിട്ട് എത്ര VLAN ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഏതൊക്കെയാണ് VLAN ID എന്നുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഷോ VLAN എന്നുള്ള കമാൻഡ് യൂസ് ചെയ്യാം. പിന്നെ ഇൻ്റർഫേസിലോട്ട് എൻ്റർ ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ IP അഡ്രസ്സും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻ്റർഫേസ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഏത് ഇൻ്റർഫേസ് ആണോ അതിൻ്റെ അഡ്രസ്സ്, അതിൻ്റെ പേര് ഇവിടെ കൊടുക്കാം. ഇപ്പോൾ ഒരു സ്വിച്ചിനകത്തുള്ള ഫാസ്റ്റ് ഇഥർനെറ്റ് പോർട്ട് 0/2, ഇപ്പോൾ 0/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് 24 പോർട്ടുള്ള ഒരു സ്വിച്ച് ആണെങ്കിൽ 0/1 മുതൽ 0/24 വരെയുള്ള നമ്പർ അവൈലബിൾ ആയിരിക്കും ഈ ഒരു പോർട്ട്. ഓക്കെ, ഇത് രണ്ടാമത്തെ പോർട്ടിൽ കണക്ട് ചെയ്യുന്നതുകൊണ്ടാണ് 0/2 എന്ന് പറയുന്നത്. ഒന്നാമത്തെ പോർട്ടാണെങ്കിൽ 0/1 എന്നായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇൻ്റർഫേസിലോട്ട് അതിൻ്റെ കോൺഫിഗറേഷൻ മോഡിലോട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് CHNM കഴിഞ്ഞിട്ട് IF എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് കാണും ഇൻ്റർഫേസ് എന്നുള്ള. അതുപോലെ ചേഞ്ചിങ് ഹോസ്റ്റ് നെയിം ഓഫ് എ സ്വിച്ച് ടു CHNM, അത് ഞാൻ നേരത്തെ പറഞ്ഞു. ഹോസ്റ്റ് നെയിം CHNM എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ CHNM എന്ന് പറഞ്ഞിട്ടുള്ള പേര് വരും. ഇവിടെ സ്വിച്ച് എന്നുള്ളിടത്തു നിന്നാണ് നമ്മൾ ഹോസ്റ്റ് നെയിം CHNM എന്ന് കൊടുക്കുന്നത് കേട്ടോ. ഇവിടെ CHNM എന്ന് നേരത്തെ ടൈപ്പ് ചെയ്തതാണ്. ഇവിടെ സ്വിച്ച്
ഡയറക്റ്റായിട്ട് സ്വിച്ച് കോൺഫിഗ് എന്നായിരിക്കും ഉണ്ടാവുക. അതിനുശേഷം ഹോസ്റ്റ് നെയിം CHN എന്ന് ടൈപ്പ് ചെയ്താൽ ഇവിടെ CHNM കോൺഫിഗ് എന്ന് പറഞ്ഞിട്ട് വരും. ഓക്കെ. പിന്നെ IP അഡ്രസ്സ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വിച്ചിനകത്ത് IP അഡ്രസ്സ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ആദ്യം വിർച്വൽ ലാൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. VLAN 1 VLAN 2 എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം എന്താണ് CHNM കോൺഫിഗ് ടെർമിനാലത്ത് വന്നിട്ട് ഇൻ്റർഫേസ് VLAN 1 എന്ന് കൊടുക്കും. ഓക്കെ. ഇൻ്റർഫേസ് VLAN 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു വിർച്വൽ ലാൻ 1ൻ്റെ അകത്ത് നമുക്ക് ചേഞ്ചസുകളൊക്കെ വരുത്താൻ പറ്റും. അപ്പോൾ ഇവിടെ ഇൻ്റർഫേസ് എന്ന് പറഞ്ഞ് കൊടുത്തത് കൊണ്ട് ഇവിടെ നമുക്കിവിടെ IF എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലെറ്റർ കാണാൻ പറ്റും. കോൺഫിഗറേഷൻ ഇൻ്റർഫേസ് IF എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഏത് IF ആണെന്നുള്ളത് ഏത് ഇൻ്റർഫേസ് ആണെന്നുള്ളത് അതിൻ്റെ മുകളിലുള്ള കമാൻഡിൽ നോക്കിയാൽ അറിയാൻ പറ്റും അത് VLAN 1 ആണെന്നുള്ളത്. ഓക്കെ. അപ്പോൾ ഈ VLAN 1-നകത്തുള്ള IP കോൺഫിഗറേഷന് നമ്മൾ IP അഡ്രസ് അപ്പോൾ ഇൻ്റർഫേസിൻ്റെ കോൺഫിഗറേഷനിൽ വന്നതിന് ശേഷം നമ്മൾ IP അഡ്രസ് എന്ന് പറഞ്ഞു കൊടുക്കും. IP അഡ്രസ് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം IP അഡ്രസ് ആദ്യം ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഒരു സ്പേസ് ഇട്ടതിന് ശേഷം ഡിഫാൾട്ട് ഗേറ്റ്വേ ഏതാണോ ഡിഫാൾട്ട് ഗേറ്റ്വേ അല്ല സബ്നെറ്റ് മാസ്ക് നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഓക്കെ. IP അഡ്രസ്സ് ആദ്യം ടൈപ്പ് ചെയ്യാം. ഒരു സ്പേസ് ഇട്ടതിന് ശേഷം സബ്നെറ്റ് മാസ്ക് എൻ്റർ ചെയ്യാം. അതിനുശേഷം എക്സിറ്റ് അടിക്കുക. വീണ്ടും എന്താണ് IP അഡ്രസ്സ് ഡിഫാൾട്ട് ഗേറ്റ്വേ രണ്ടാമത്തെ കമ്പ്യൂട്ടറിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ കമ്പ്യൂട്ടറിൻ്റെ കൊടുക്കാൻ പറ്റും. രണ്ടാമത്തെ കമ്പ്യൂട്ടറിൻ്റെ രണ്ടാമത്തെ VLANൻ്റെ IP അഡ്രസ്സ് ഇതേ രീതിയിൽ ആഡ് ചെയ്യാൻ പറ്റും. ടു വാച്ച് കോൺഫിഗറേഷൻ ഫയൽ ആൻഡ് റണ്ണിങ് കോൺഫിഗറേഷൻ ഫയൽ ഒരു സ്വിച്ചിനകത്തുള്ള കോൺഫിഗറേഷൻ ഫയൽ കാണാനും അതുപോലെ തന്നെ റണ്ണിങ് സ്റ്റാർട്ടപ്പ് കോൺഫിഗറേഷൻ ഫയൽ കാണാനും റണ്ണിങ് കോൺഫിഗറേഷൻ ഫയൽ കാണാനുമാണ് ഈ രണ്ട് ഫയൽ കമാൻഡ് യൂസ് ചെയ്യുക. ഷോ സ്റ്റാർട്ടപ്പ് കോൺഫിഗും ഷോ റണ്ണിങ് കോൺഫിഗും. ഇത് സ്റ്റാർട്ടപ്പ് കോൺഫിഗറേഷനും റണ്ണിങ് കോൺഫിഗറേഷനും കാണാൻ വേണ്ടിയിട്ടുള്ള കമാൻഡാണ്. അതുപോലെ ക്ലിയർ മാക് അഡ്രസ് ടേബിൾ. ഓരോ സ്വിച്ചിനകത്തും ഓരോ മാക് അഡ്രസ്സിൻ്റെ ടേബിൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ മാക് അഡ്രസ് ടേബിൾ എന്നുള്ള കമാൻഡ് കൊടുത്താൽ സ്വിച്ചിനകത്തുള്ള മാക് അഡ്രസ് ടേബിൾ ക്ലിയർ ആവും. പിന്നെ VLAN ഇൻഫർമേഷൻ നേരത്തെ പറഞ്ഞു തോന്നുന്നു. ഷോ VLAN എന്ന് കൊടുത്താൽ VLANൻ്റെ ഇൻഫർമേഷൻ അറിയാൻ പറ്റും. പിന്നെ ഒരു ഇൻ്റർഫേസ് ഓൾവേസ് അപ്പ് ആൻഡ് എനേബിൾ ആയിട്ട് വെക്കാൻ വേണ്ടി ചില എന്താണ് ഇൻ്റർഫേസ് കുറച്ച് നേരം റൺ ചെയ്തതിന് ശേഷം ഷട്ട് ഡൗൺ ആയി പോകും. ഓക്കെ. അത് ഡൗൺ ആയി പോകും. അതിൻ്റെ സ്റ്റാറ്റസ് എനേബിളിന് പകരം ഡിസേബിൾ ഡൗൺ ആയി പോകും. അപ്പം അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കമാൻഡാണ് നോ ഷട്ട് ഡൗൺ അല്ലെങ്കിൽ നോ ഷട്ട്. അങ്ങനെ കൊടുത്താലും വർക്ക് ചെയ്യും. നോ ഷട്ട് എന്ന് കൊടുത്താലും വർക്ക് ചെയ്യും. നോ ഷട്ട് ഡൗൺ എന്ന് കൊടുത്താലും വർക്ക് ചെയ്യും. അതാണ് ബേസിക് ആയിട്ടുള്ള കുറച്ച് കമാൻഡ്സ്. അത് വെച്ച് നമുക്ക് ഇങ്ങനെ ഒരു കോൺഫിഗറേഷൻ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ അതിന് ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ലെയർ 2 സ്വിച്ച് എന്നാൽ is a type of network switch or device that works on a data link layer and utilize MAC address table to determine the path through where the frame are to be forwarded. If it uses hardware based switching techniques to connect and transmit data to local area network. അപ്പോൾ സ്വിച്ചിനകത്ത് MAC address table ഉണ്ടാവും. അതിനനുസരിച്ച് ഏത് പോർട്ടലിലേക്കാണോ ഡാറ്റ സെൻഡ് ചെയ്യേണ്ടത് അങ്ങോട്ട് മാത്രം ഡാറ്റ സെൻഡ് ചെയ്യും. അതൊക്കെയാണ് ലെയർ 2 സ്വിച്ചിൻ്റെ പ്രത്യേകതകൾ. ഇപ്പോൾ കോൺഫിഗറേഷൻ ഓവർവ്യൂ. ഇപ്പോൾ ഒരു സ്വിച്ച് കോൺഫിഗറേഷൻ ചെയ്യുന്ന സമയത്ത് ഈ 4 കാര്യങ്ങൾ എന്തായാലും നമ്മൾ ചെയ്തിരിക്കണം. അപ്പോൾ അതിലൊന്നാണ് ഈ 4 കാര്യങ്ങൾ ചെയ്യാനുള്ളതിൽ ഒന്നാണ് പ്രധാനമായിട്ടും VLAN ഡിഫൈൻ ചെയ്യണം. അതായത് VLAN ആഡ് ചെയ്യണം. മോസ്റ്റ് സ്വിച്ചസ് ഹാവ് എ മീൻസ് ഓഫ് ഡിഫൈനിങ് എ ലിസ്റ്റ് ഓഫ് കോൺഫിഗർഡ് VLANs ആൻഡ് ദേ മസ്റ്റ് ബി ആഡഡ് ബിഫോർ ദേ ക്യാൻ കോൺഫിഗർഡ്
ഓൺ എനി പോർട്ട്. ഇപ്പോൾ ഏതൊരു സ്വിച്ച് ആണെങ്കിലും അതിനകത്ത് നമുക്ക് വേണ്ടതായിട്ടുള്ള രീതിയിലുള്ള വിർച്വൽ ലാനുകൾ ആഡ് ചെയ്യണം. പിന്നെ ട്രങ്ക് പോർട്ട് കോൺഫിഗറേഷൻ. ട്രങ്ക് പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിറ്റ്വീൻ സ്വിച്ചുകൾ, ഓക്കെ, 2-3 സ്വിച്ച് ഉണ്ടെങ്കിൽ ആ 2 സ്വിച്ചിനും ഇടയ്ക്കുള്ള കണക്ഷനാണ് ശരിക്ക് ഈ ട്രങ്ക് പോർട്ടായിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും 2 സ്വിച്ച് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. അവിടെ നമ്മൾ ആ 2 പോർട്ടുകൾ ഒന്നുകിൽ ഫാസ്റ്റ് ഇഥർനെറ്റ് പോർട്ട് കൊടുക്കും, ചിലപ്പോൾ ജിഗാബൈറ്റ് ഇഥർനെറ്റ് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ കൊടുക്കുന്ന പോർട്ടിനകത്ത് നമ്മൾ ട്രങ്ക് പോർട്ട് അല്ലെങ്കിൽ ടാഗഡ് പോർട്ടായിട്ട് സെറ്റ് ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ കമ്പ്യൂട്ടറും സ്വിച്ചും തമ്മിലുള്ള കണക്ഷന് നമ്മൾ ആക്സസ് മോഡിലോട്ടാണ് സെറ്റ് ചെയ്യുന്നത്. അതിൻ്റെ പോർട്ടുകൾ നമ്മൾ ആക്സസ് മോഡായിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. അതായത് കമ്പ്യൂട്ടറും സ്വിച്ചും പരസ്പരം ആക്സസ് മോഡിലാണ് സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സ്വിച്ചും പരസ്പരം നമ്മൾ ട്രങ്ക് മോഡിലാണ് കണക്ട് ചെയ്യുക. ഓക്കെ, നോക്കാം. The port to which the firewall will be connected must be configured as the trunk port, tagging all possible VLAN on the interface. ഇപ്പോൾ 2 VLANനെ പരസ്പരം കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പോർട്ടിനാണ് നമ്മൾ ട്രങ്കായിട്ട് കോൺഫിഗർ ചെയ്യേണ്ടത്. കോൺഫിഗർ ദ ആക്സസ് പോർട്ട്. ആക്സസ് പോർട്ട് എന്ന് പറഞ്ഞാൽ അൺടാഗഡ് പോർട്ട്. അത് ഓർത്ത് വെക്കാൻ ഇങ്ങനെ നോക്കിയാൽ മതി. ടാഗഡ് പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രങ്ക് പോർട്ടാണ്. രണ്ടിലും ടി വരുന്നുണ്ട്. ഓക്കെ, ട്രങ്ക് പോർട്ട് ആണ് ടാഗഡ് പോർട്ട്. അപ്പോൾ അതിന് ചില റൗട്ടറിനകത്ത് ടാഗഡ് പോർട്ട് എന്നാണ് കാണിക്കുക, ചിലതിനകത്ത് ട്രങ്ക്ഡ് പോർട്ട് എന്നാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയുള്ള ഒരു ടേമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആക്സസ് പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺടാഗഡ് പോർട്ട്. ഈ 2 ടൈപ്പ് പോർട്ടാണ് നമ്മൾ ബിറ്റ്വീൻ കണക്ഷന് വേണ്ടിയിട്ട് നമ്മൾ അസൈൻ ചെയ്യുന്നത്. പിന്നെ ആക്സസ് പോർട്ട് എന്ന് പറഞ്ഞാൽ കോൺഫിഗർ പോർട്ട് ഫോർ ഇന്റേണൽ ഹോസ്റ്റ് ആസ് ദ ആക്സസ് പോർട്ട് ഓൺ ദ ഡിസൈഡ് VLAN വിത്ത് അൺടാഗഡ് VLANs. പിന്നെ കോൺഫിഗർ VLAN ID. അതാണ് നേരത്തെ പറഞ്ഞ VLAN ID, VLAN 20, VLAN 10 അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ VLAN ID ക്രിയേറ്റ് ചെയ്യും. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ VLANൻ്റെ ഹോസ്റ്റ് നെയിം മാറ്റിയിട്ട് ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ട് ഹോസ്റ്റ് നെയിമും ചേഞ്ച് ചെയ്യാൻ പറ്റും. ദിസ് സ്പെസിഫൈ ദ വിച്ച് VLAN ടു യൂസ് ഫോർ ദ ട്രാഫിക് എൻറ്ററിങ് ദ സ്വിച്ച് പോർട്ട്. അപ്പോൾ ഇത് കോൺഫിഗർ ചെയ്യുന്ന സമയത്ത് VLAN ID ക്രിയേറ്റ് ചെയ്താൽ ആണ് VLAN ID അല്ലെങ്കിൽ പോർട്ട് VLAN ID എന്ന് പറയും, PVID. ഓക്കെ, അതാണ് നമുക്ക് ഏത് സ്വിച്ചാണ് ഏത് വാനാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് കാര്യം ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ VLAN ID നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കോൺഫിഗറേഷനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ഡാറ്റാബേസുകളുണ്ട്. അതായത് ഇതിനകത്ത് നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാൻ പറ്റും സെയിൽസ് PC1, അതുപോലെ തന്നെ മാർക്കറ്റിംഗ് PC1. ഇത് രണ്ടും കണക്ട് ചെയ്തിട്ടുള്ളത് ഫ്ലോർ 1ലുള്ള ഒരു സ്വിച്ചിലേക്കാണ്. ഓക്കെ, ഫ്ലോർ 1ലുള്ള ഒരു സ്വിച്ചിലേക്കാണ് സെയിൽസിൻ്റെ ഒരു കമ്പ്യൂട്ടറും മാർക്കറ്റിങ്ങിൻ്റെ ഒരു കമ്പ്യൂട്ടറും കണക്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് 2ാമത്തെ ഫ്ലോറിലെ സ്വിച്ചാണ്. അവിടെയാണ് സെയിൽസിലെ 2ാമത്തെ PCയും മാർക്കറ്റിലെ 2ാമത്തെ PCയും. ഓക്കെ, മാർക്കറ്റിങ്ങിനകത്തിലെ 2ാമത്തെ PC ഫ്ലോർ 2ലാണ്, സെയിൽസിനകത്തുള്ള 2ാമത്തെ PC ഫ്ലോർ 2ലാണ്. അപ്പോൾ സെയിൽസ് PCക്കകത്ത് നിന്ന് ഫ്ലോർ 2ലുള്ള സെയിൽസ് PC ആയിട്ട് കമ്മ്യൂണിക്കേഷൻ വേണം. അതുപോലെ തന്നെ ഫ്ലോർ 1ലുള്ള മാർക്കറ്റിംഗ് PCന്ന് ഫ്ലോർ 2ലുള്ള മാർക്കറ്റിംഗ് PCയിലോട്ട് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആയിരിക്കണം. അങ്ങനെ നേരെ തിരിച്ചും സാധിക്കണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കോൺഫിഗറേഷനാണ് ഇവിടെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ സെയിൽസ് VLAN ID 2 സെയിൽസ് VLAN ആയിട്ട് കൊടുക്കുന്ന
നമ്മൾ VLAN ID 2 ആണ്. മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള VLAN ID 3. അങ്ങനെയാണ് ആ 2 ID ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. VLAN 2ഉം VLAN 3ഉം. ഓക്കെ, അതാണ് ഈ VLAN ID 1, 2, VLAN ID 3 എന്ന് പറഞ്ഞത്. പിന്നെ സെയിൽസ് നെറ്റ്വർക്ക്, സെയിൽസ് കമ്പ്യൂട്ടറിന് നമ്മൾ കൊടുക്കുന്ന IP അഡ്രസ്സ് 192.168.1.2 മുതൽ 2ഉം 4 ആണ് നമ്മൾ കൊടുക്കുന്നത്. സെയിൽസ് നെറ്റ്വർക്കിനകത്ത് 192.168.1 സീരീസിനകത്തുള്ള IP അഡ്രസ്സാണ് നമ്മൾ കൊടുക്കുക. ഓക്കെ, 192.168.1. ഓക്കെ, മാർക്കറ്റിംഗ് നെറ്റ്വർക്കിനകത്ത് യൂസ് ചെയ്യുന്നത് 192.168.2 എന്നുള്ള നെറ്റ്വർക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് സെയിൽസിനകത്ത് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന IP അഡ്രസ്സ് 192.168.1.2ഉം 1.3 ആണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. മാർക്കറ്റിംഗ് നെറ്റ്വർക്കിനകത്ത് യൂസ് ചെയ്യാൻ പോകുന്നത് 192.168.2.2ഉം 2.3ഉം ആണ്. ഓക്കെ, അപ്പോൾ സെയിൽസിൻ്റെ നെറ്റ്വർക്ക് ഗേറ്റ്വേ 192.168.1.1 ആണ്. മാർക്കറ്റിംഗ് നെറ്റ്വർക്കിൻ്റെ ഗേറ്റ്വേ 192.168.2.1 ആണ്. ഓക്കെ, ഒന്നിന് മാർക്കറ്റിങ്ങിന് 2 എന്നുള്ള ഐഡിയ ആണ് കൊടുക്കുന്നത്, സെയിൽസിന് 1 എന്നുള്ള ഐഡിയ ആണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ VLAN 1ഉം VLAN 2ഉം VLAN 3ഉം ആണ് ഓരോന്നിനായിട്ട് കൊടുക്കുന്നത്, സെയിൽസിനും മാർക്കറ്റിങ്ങിനായിട്ട് കൊടുക്കുന്നത്. പിന്നെ സെയിൽസ് പീസിലുള്ള IP അഡ്രസ്സിൻ്റെ റേഞ്ച് ഞാൻ പറഞ്ഞു, 192.168.1.2ഉം പിന്നെ അതിനുള്ള ഗേറ്റ്വേ 192.168.1.1. പിന്നെ സെയിൽസ് PC രണ്ടാമത്തത് 192.168.1.3 കൊടുക്കും IP അഡ്രസ്സ്. ഗേറ്റ്വേ നേരത്തെ പോലെ തന്നെ 1.1. മാർക്കറ്റിംഗ് PCൻ്റെ IP അഡ്രസ്സ് 192.168.2.2 കൊടുക്കും. പിന്നെ ഈ /24 എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ബിറ്റിൻ്റെ ലെങ്ത് ആണ്. ഓക്കെ, അതിൻ്റെ ഗേറ്റ്വേ നമ്മൾ കൊടുക്കുന്നത് 192.168.2.1, അതുപോലെ തന്നെ രണ്ടാമത്തതിന് 2.1. പിന്നെ ആക്സസ് പോർട്ട് മോഡ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് പോർട്ട് 1ൽ നമ്മൾ VLAN ID 2 ക്രിയേറ്റ് ചെയ്യും, അത് സെയിൽസ് PCയിലേക്ക് വേണ്ടിയിട്ട്. പോർട്ട് 2ൽ, അത് ഫ്ലോർ 1ലാണ് കേട്ടോ, ഫ്ലോർ 1ൽ പോർട്ട് 2ൽ നമ്മൾ VLAN ID 3 ക്രിയേറ്റ് ചെയ്യും, മാർക്കറ്റിംഗ് PC 1ലേക്ക് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഫ്ലോർ 2ൽ VLAN ID 2 ക്രിയേറ്റ് ചെയ്യും, അതായത് പോർട്ട് 1ൽ സെയിൽസ് PCക്ക് വേണ്ടി. അതുപോലെ തന്നെ ഫ്ലോർ 2വിനകത്തുള്ള സ്വിച്ചിനകത്ത് പോർട്ട് 2 VLAN ID 3 ആയിട്ട് ക്രിയേറ്റ് ചെയ്യും, മാർക്കറ്റിംഗ് PCക്ക് വേണ്ടിയിട്ട്. രണ്ട് സ്വിച്ചിൻ്റെ ഇടയ്ക്കുള്ള കമ്മ്യൂണിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഗിഗാബൈറ്റ് ഇഥർനെറ്റ് കേബിളാണ്. അതിൽ നമ്മൾ VLAN ID 2ഉം VLAN ID 3ഉം കോൺഫിഗർ ചെയ്യും. ഇത്രയാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ. അത് നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്ത് നോക്കാം. അത് ഇതാണ് സിമുലേഷൻ സോഫ്റ്റ്വെയർ വെച്ചിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. ഇതാണ് സിസ്കോ പാക്കറ്റ് ട്രേസർ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് എന്താണ്, നമ്മളൊരു ID ക്രിയേറ്റ് ചെയ്യണം. ഒരു ട്രെയിനിങ് എടുക്കുന്ന രീതിയിലായിട്ട് സൈനപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കൊരു ഇമെയിൽ IDയും പാസ്വേഡും ഒക്കെ കിട്ടും. അപ്പോൾ ആ ഇമെയിൽ IDയും പാസ്വേഡും വെച്ചിട്ടാണ് നമ്മൾ ലോഗിൻ ചെയ്യേണ്ടത്. ഇത് ഞാനൊരു താൽക്കാലിക ID ക്രിയേറ്റ് ചെയ്തതാണ്. നെക്സ്റ്റ് അടിക്കുക. ഞാനൊരു പാസ്വേഡും നമ്മളിങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഗസ്റ്റായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. പക്ഷേ ഗസ്റ്റായിട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ഫയലുകളൊന്നും സേവ് ചെയ്ത് വെക്കാൻ പറ്റില്ല. മൂന്ന് പ്രാവശ്യം നമുക്ക് സേവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിൽ കൂടുതൽ സേവിങ് ഒന്നും നടക്കില്ല. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഈ കോൺഫിഗറേഷനിൽ നമ്മൾ ഡിവൈസുകളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ
ഏറ്റവും താഴെ നമുക്ക് കാണാൻ പറ്റും ഈ നെറ്റ്വർക്ക് ഡിവൈസിനകത്ത് ആദ്യം ഞാൻ സ്വിച്ച് കണക്ട് ചെയ്യും. ഇതാണ് താഴെയുള്ളതാണ് സ്വിച്ച്. ഓക്കെ, അപ്പോൾ ഇതിനകത്തുനിന്ന് 2600 എന്ന് പറഞ്ഞ 2960 എന്ന് പറഞ്ഞ ഒരു സ്വിച്ച് ഞാൻ ഇവിടുന്ന് ഡ്രാഗ് ചെയ്തിട്ട് നമ്മുടെ വർക്ക് സ്പേസിലോട്ട് വിടും. ഓക്കെ, അതേ രീതിയിൽ വേറെ ഒന്നും കൂടെ ആഡ് ചെയ്യും. പിന്നെ നമുക്ക് വേണ്ടത് ഓരോ സ്വിച്ചിനകത്തും 4 കമ്പ്യൂട്ടർ വേണം. ഈ 2 കമ്പ്യൂട്ടർ വേണം. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്യാം. ഇതിനകത്ത് PC കാണിക്കുന്നുണ്ട്. PC ഡ്രാഗ് ചെയ്തിട്ട് നമ്മളിവിടെ ഫിറ്റ് ചെയ്യുക. രണ്ടാമത്തെ PC-യും അറ്റാച്ച് ചെയ്യുക. മൂന്നാമത്തെ PC രണ്ടാമത്തെ സ്വിച്ചിന്, ഈ ഒരു സ്വിച്ചിൻ്റെ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തത്. നാലാമത്തെ ഒരു സ്വിച്ചും കൂടെ, ഒരു PC കൂടെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിതിങ്ങനെ ഡ്രാഗ് ചെയ്ത് അറേഞ്ച് ചെയ്തൊക്കെ വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ കമ്പ്യൂട്ടറുകളും സ്വിച്ചും നമ്മൾ വെച്ചു. ഇനി അതിൻ്റെ കണക്ഷൻ കേബിള് ഇവിടുന്ന് ഇതിൻ്റെ കേബിളുകൾ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ കണക്ട് ചെയ്യുന്നത് സ്ട്രെയിറ്റ് ത്രൂ കേബിളാണ്. അപ്പോൾ അത് സ്ട്രെയിറ്റ് ത്രൂ കേബിൾ എടുക്കുക. PC 0-ൻ്റെ ഫാസ്റ്റ് ഇഥർനെറ്റ് 0-ൽ കണക്ട് ചെയ്യുക. അതിനുശേഷം സ്വിച്ചിൻ്റെ ഫാസ്റ്റ് ഇഥർനെറ്റ് 0/1-ലോട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഏറ്റവും താഴെ നമുക്ക് കാണാൻ പറ്റും ഫാസ്റ്റ് ഇഥർനെറ്റ് 24 വരെ ഉണ്ട്. 0/24 വരെ ഉണ്ട്. 2 GB പോർട്ടുണ്ട്. GB ഇഥർനെറ്റ് 01-ഉം GB ഇഥർനെറ്റ് 02-ഉം. അപ്പോൾ നമ്മൾ ഫാസ്റ്റ് ഇഥർനെറ്റ് 01 ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ഓരോ കമ്പ്യൂട്ടറിനും നമ്മൾ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ രണ്ടാമത്തെ പോർട്ടിലോട്ട് കണക്ട് ചെയ്തു. ഒന്നാമത്തെ ഓൾറെഡി യൂസ് ആയതുകൊണ്ട് വീണ്ടും അവിടെ കാണിക്കില്ല. അപ്പോൾ അതുപോലെ തന്നെ സ്വിച്ച് 2-ൽ രണ്ടാമത്തെ സ്വിച്ചിലും ഇതേ രീതിയിൽ കണക്ട് ചെയ്യാം. അപ്പോൾ 2 കേബിളും നമ്മൾ എല്ലാ കമ്പ്യൂട്ടറും നമ്മൾ സ്വിച്ചായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി 2 സ്വിച്ചും പരസ്പരം കണക്ട് ചെയ്യാനുണ്ട്. അതിന് നമ്മൾ ഇതിൻ്റെ GB പോർട്ടലാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇഥർനെറ്റ് പോർട്ടല്ല, ഫാസ്റ്റ് ഇഥർനെറ്റ് അല്ല. ഞാൻ കണക്ട് ചെയ്യുന്നത് GB ഇഥർനെറ്റ് പോർട്ടലാണ്. രണ്ടാമത്തെ സ്വിച്ചിൻ്റെ GB ഇഥർനെറ്റ് 0/1-ൽ തന്നെ കണക്ട് ചെയ്യുന്നു. ഓക്കെ, രണ്ടിൻ്റെയും ഓരോ GB ഇഥർനെറ്റ് പോർട്ട് യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയാകുമ്പോൾ നമുക്ക് കേബിൾ കണക്ഷനായി. ഇവിടെ നിങ്ങൾക്ക് ഒരു ഓറഞ്ച് കളർ പോലെ കാണാം. അത് എന്താണ്, നമ്മൾ കേബിൾ കണക്ട് ചെയ്താലും IP കോൺഫിഗറേഷനൊക്കെ മാറ്റിയാലും അത് കോൺഫിഗറേഷൻ മോഡിലായതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ കളർ കാണുന്നത്. അത് കറക്റ്റായി കഴിഞ്ഞാൽ ഗ്രീൻ കളറിലോട്ട് മാറുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെയൊക്കെ പേര് മാറ്റാം. ഇപ്പോൾ ഓരോന്നിനും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സെയിൽസ് PC -1 -1 ഇല്ലാതെ കിടക്കട്ടെ. സെയിൽസ് PC 1, സെയിൽസ് PC 1 ഇവിടെ സെയിൽസ് PC സെയിൽസ് അല്ല, ഇവിടെ നമ്മൾ മാർക്കറ്റിംഗ് PC ആണ് പറഞ്ഞത്. ഇവിടെ മാർക്കറ്റിംഗ് PC 1. പിന്നെ രണ്ടാമത്തെ സ്വിച്ചിൽ വരുന്നത് സെയിൽസ് PC 2 ആണ്. രണ്ടാമത്തെ കമ്പ്യൂട്ടറിലെ അതായത് നാലാമത്തെ PC വരുന്നത് മാർക്കറ്റിംഗ് PC 2, മാർക്കറ്റിംഗ് PC 2. ഇത്രയാണ് നമ്മൾ PC-നെ നെയിം ചെയ്തത്. അതുപോലെ തന്നെ സ്വിച്ചിനെ നമുക്ക് പേര് മാറ്റി കൊടുക്കാം. ഇവിടെ ഫ്ലോർ 1 കൊടുക്കാം. ഇവിടെ നമ്മൾ ഫ്ലോർ 2. ഇത്രയും പേര് നമ്മൾ
മാറ്റി കൊടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ കോൺഫിഗറേഷൻസ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ സ്വിച്ചിനകത്തുള്ള ഒന്നാമത്തെ ഫ്ലോറിലുള്ള സ്വിച്ചിൻ്റെ കോൺഫിഗറേഷൻ ചെയ്യും. അതിന് നമ്മൾ ആ ഒരു സ്വിച്ചിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യാം. അതിൻ്റെ ഒരു ഫിസിക്കൽ ലേ ഔട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഒരു ചിത്രം. ഓക്കെ, ഇതിനകത്ത് 24 പോർട്ടുള്ളതായിട്ട് കാണാം. പവർ കേബിൾ ഇവിടെ കാണാൻ പറ്റും. പിന്നെ 2 GB ഇഥർനെറ്റ് പോർട്ട് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, GB ഇഥർനെറ്റ്, ബാക്കിയൊക്കെ ഫാസ്റ്റ് ഇഥർനെറ്റ് പോർട്ടാണ്. പിന്നെ ഒരു അപ്ലിങ്ക് ഇവിടെ കാണുന്നുണ്ട്. ഇതിൻ്റെ LED ഇൻഡിക്കേറ്ററൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, അത് റിയൽ ആയിട്ടുള്ള ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് പോകേണ്ടത് കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് CLI എന്നുള്ള ആ ഒരു ഇൻ്റർഫേസിലാണ് നമുക്ക് പോകേണ്ടത്, മുകൾ ഭാഗത്ത്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു ബേസിക് ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുക. ഇതിൻ്റെ മോഡൽ ഏതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്തിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്വിച്ച് ഗ്രേറ്റർ ദാൻ എന്നുള്ള സിമ്പിൾ കാണും. ഇവിടെ നമ്മൾ കൊടുക്കേണ്ട ഫസ്റ്റ് കമാൻഡ് എനേബിൾ ആണ്. എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ അടിച്ചാലും മതി. അതിൻ്റെ ഗ്രേറ്റർ ദാൻ സിമ്പിൾ മാറിയിട്ട് ഹാഷ് സിമ്പിളായി മാറി. അതിനർത്ഥം ഇത് എനേബിൾ ആയി കഴിഞ്ഞു എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ്, ഇനി കോൺഫിഗറേഷൻ മോഡിലോട്ട് പോകണം. അതിന് നമ്മൾ കോൺഫിഗ് കോൺഫിഗർ ടെർമിനൽ എന്ന് കൊടുക്കാം. അതല്ലെങ്കിൽ കോൺഫിഗ് ടി എന്ന് മാത്രം കൊടുത്താലും മതി. എന്നിട്ട് എൻ്റർ അടിക്കാം. എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, കോൺഫിഗർ ടെർമിനൽ അങ്ങനെ അടിക്കുന്ന സമയത്ത് നമുക്കിവിടെ മെസ്സേജ് കാണിക്കും, എൻ്റർ കോൺഫിഗറേഷൻ കമാൻഡ്സ് 1 പെർ ലൈന് എൻഡ് വിത്ത് കൺട്രോൾ സെറ്റ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും സ്വിച്ച് കോൺഫിഗ്, ഞാൻ നേരത്തെ പറഞ്ഞ ബ്രാക്കറ്റിൽ കോൺഫിഗ് എന്ന് പറഞ്ഞ് കാണിക്കും, ഹാഷ് സിമ്പിൾ കാണിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ സ്വിച്ച് എന്നുള്ളതിന് പകരം അവിടെ നമുക്ക് ഫ്ലോർ 1 എന്ന് വരണം. അതിന് നമുക്ക് ഹോസ്റ്റ് നെയിം മാറ്റണം. അപ്പോൾ അതിന് നമ്മൾ ഹോസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്ത് ടാബ് അടിച്ചു കഴിഞ്ഞാൽ ഹോസ്റ്റ് നെയിം ഓട്ടോമാറ്റിക് വരും. എന്നിട്ട് നമുക്ക് ഫ്ലോർ 1 കൊടുക്കാം. ഫ്ലോർ 1 കൊടുത്തു, എൻ്റർ അടിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സ്വിച്ച് എന്നുള്ള പേര് മാറിയിട്ട് അവിടെ ഫ്ലോർ 1 കോൺഫിഗറേഷൻ ആയി വന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഇത് ഫ്ലോർ 1ലുള്ള സ്വിച്ച് ആണെന്നുള്ളത് നമുക്ക് കോൺഫിഗറേഷൻ ടൈമിൽ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ വേണ്ടത് നമുക്ക് ഇതിനകത്ത് 2 VLAN ക്രിയേറ്റ് ചെയ്യാണ്. ഇപ്പോൾ നമ്മൾ ഒന്നാമത്തെ ഫ്ലോറിനകത്തുള്ള സ്വിച്ചിലാണുള്ളത്. ഇവിടെ നമുക്ക് 2 VLAN ക്രിയേറ്റ് ചെയ്യണം. അതിന് നമുക്ക് ടൈപ്പ് ചെയ്യാം VLAN 2 VLAN സ്പേസ് 2 എൻ്റർ. അപ്പോൾ നിങ്ങൾക്ക് കോൺഫിഗറേഷൻ -VLAN എന്ന് പറഞ്ഞ് കാണാം. ഇവിടെ ഞാൻ പേര് മാറ്റി കൊടുക്കുക, നെയിം സ്പേസ് സെയിൽസ്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്ത VLANൻ്റെ ID ആണ് 2. ഓക്കെ, അപ്പോൾ VLAN ID 2ൻ്റെ പേര് നമ്മൾ മാറ്റി സെയിൽസ് എന്നാക്കി. ഓക്കെ, ആ VLANൻ്റെ പേര് സെയിൽസ് എന്നാണ്, അതിവിടെ താഴെ കാണിക്കില്ല. പിന്നെ ഇപ്പോൾ നമ്മൾ VLAN 2ൻ്റെ പേര് മാറ്റി. ഇനി നമുക്ക് VLAN ID 3 ക്രിയേറ്റ് ചെയ്യണം. അതിന് വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് എക്സിറ്റ് ചെയ്യാം. എക്സിറ്റ് ചെയ്തതിന് ശേഷം VLAN സ്പേസ് 3 എന്ന് കൊടുക്കാം. അപ്പോൾ വീണ്ടും നമ്മൾ VLAN കോൺഫിഗറേഷനിൽ വന്നു. എന്നിട്ട് നെയിം മാർക്കറ്റിംഗ് എന്ന് കൊടുത്തു, എൻ്റർ അടിച്ചു. ഓക്കെ, ഇനി നമുക്ക് ഇവിടുന്ന് എൻഡ് ചെയ്യാം. എന്നിട്ടത് നമുക്ക് സേവ് ചെയ്യാം.
എക്സിറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്റ്റെപ്പ് പുറകിലോട്ടാണ് പോവുക. ഇവിടുന്ന് എൻഡ് അടിച്ചു കഴിഞ്ഞാൽ നേരിട്ട് നമുക്ക് എന്താണ് ഫ്ലോർ 1 ഉള്ള ആ ഒരു മോഡിലോട്ട് വരും. അതായത് കോൺഫിഗറേഷൻ ഗ്ലോബൽ കോൺഫിഗറേഷനിലല്ല, പിന്നെ എന്തായിരുന്നു ഒരു പേര് പറഞ്ഞിരുന്നല്ലോ ഞാൻ, പ്രിവിലേജ്ഡ് മോഡ്. ഓക്കെ, പ്രിവിലേജ് മോഡിലോട്ട് വരും. ഫ്ലോർ -1 എന്ന് പറഞ്ഞാൽ പ്രിവിലേജ് മോഡാണ്. കോൺഫിഗറേഷൻ മോഡ് എന്ന് പറഞ്ഞാൽ കോൺഫിഗ് എന്നുള്ള ആ കമാൻഡ് അവിടെ കാണാൻ പറ്റും. അപ്പോൾ പ്രിവിലേജ് മോഡിൽ വന്നതിന് ശേഷം നമുക്ക് റൈറ്റ് മെമ്മറി എന്നുള്ള കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും കോൺഫിഗറേഷൻ അതിനകത്തോട്ട് സേവ് ആവും. അതിന് WR എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ അടിച്ചാൽ മതി. ഇപ്പോൾ ബിൽഡിംഗ് കോൺഫിഗറേഷൻ ഓക്കെ എന്ന് പറഞ്ഞ് വന്നു. ഇനി നമുക്ക് വേണ്ടത് ഫ്ലോർ 2-നകത്തുള്ള സെറ്റിങ്സ് ആണ് വേണ്ടത്. ഓക്കെ, നമ്മുടെ ആ നോട്ട് എടുത്ത് അതേ രീതിയിൽ തന്നെ പോവാം. നമുക്ക് ലെയർ 2 കോൺഫിഗറേഷനകത്ത് നമ്മളിപ്പോൾ ചെയ്തത് VLAN ഫ്ലോർ 1-നകത്ത് VLAN 2 ക്രിയേറ്റ് ചെയ്തു. നെയിം സെയിൽസ്, അതുപോലെ തന്നെ നെയിം മാർക്കറ്റിംഗ്, എൻഡ് റൈറ്റ് മെമ്മറി, അത്രയും ടൈപ്പ് ചെയ്തു. ഇനി ഇതേ കോൺഫിഗറേഷൻ തന്നെയാണ് നമ്മൾ സ്വിച്ച് 2-നകത്ത് ചെയ്യേണ്ടത്. ഓക്കെ, രണ്ടിലും സെയിം കോൺഫിഗറേഷൻ തന്നെയാണ്. ഇപ്പോൾ രണ്ടാമത്തെ കോൺഫിഗറേഷനിൽ നമ്മൾ ഹോസ്റ്റ് നെയിം നമ്മൾ ഫ്ലോർ 2 എന്ന് മാറ്റുന്നുണ്ട് സ്വിച്ചിൻ്റെ. ഓക്കെ, പിന്നെ VLANൻ്റെ ഒക്കെ നെയിം സെയിം തന്നെയാണ്. അതായത് അവിടെ നമ്മൾ VLAN 2 ക്രിയേറ്റ് ചെയ്യും, അതിന് സെയിൽസ് എന്നുള്ള പേര് കൊടുക്കും. പിന്നെ VLAN 3 ക്രിയേറ്റ് ചെയ്യും, അതിന് മാർക്കറ്റിംഗ് എന്നുള്ള പേര് കൊടുക്കും. എൻ്റെയും റൈറ്റ് മെമ്മറി കൊടുക്കും. ഓക്കെ, അതാണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഫ്ലോർ 1-നകത്ത് മുകൾ ഭാഗത്തും കാണാൻ പറ്റും നിങ്ങൾക്ക് ഇവിടെ ഫ്ലോർ 1 എന്നുള്ള പേര് സ്വിച്ചിൻ്റെ. ഓക്കെ, അത് നമുക്ക് മിനിമൈസ് ചെയ്യുകയോ ക്ലോസ് ചെയ്യുകയോ ചെയ്യാം. എന്നിട്ട് വീണ്ടും നമ്മുടെ സ്വിച്ച് എടുത്തിട്ട് രണ്ടാമത്തെ സ്വിച്ച് ഓപ്പൺ ചെയ്യാം. അതും സെയിം സ്വിച്ച് തന്നെയാണ്. അതിൻ്റെ മുകൾ ഭാഗത്ത് കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് CLI ക്ലിക്ക് ചെയ്യുക. ഇവിടെ എൻ്റർ അടിക്കാം. വീണ്ടും ഈ സ്വിച്ച് നമ്മൾ എനേബിൾ ചെയ്യണം. ENABLE എനേബിൾ എന്ന് ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ EN മാത്രം ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. അപ്പോൾ എനേബിൾ ആയി കഴിഞ്ഞു. ഇവിടെ നമുക്കിനി കോൺഫിഗർ ടെർമിനൽ കോൺഫിഗ് സ്പേസ് T എന്ന് അടിച്ചു. ഞാൻ കമാൻഡ് ഫുള്ളായിട്ട് ടൈപ്പ് ചെയ്യണമെന്നില്ല, കോൺഫിഗ് T എന്ന് അടിച്ചു കഴിഞ്ഞാൽ അത് തന്നെയാണ് കോൺഫിഗറേഷൻ കമാൻഡ്സ്. സെയിം മെസ്സേജ് വന്നു. ഇനി നമുക്കിവിടെ ഹോസ്റ്റ് നെയിം, ഹോസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്താൽ ഹോസ്റ്റ് നെയിം വന്നു. ഹോസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് ടാബ് ബട്ടൺ പ്രസ് ചെയ്യാണ്, അപ്പോഴാണ് ഇത് ഓട്ടോ ഫില്ല് ചെയ്യുന്നത് കേട്ടോ. ഹോസ്റ്റ് നെയിം ഇവിടെ കൊടുക്കുന്നത് ഫ്ലോർ 2 എന്ന് ടൈപ്പ് ചെയ്തു, എൻ്റർ ചെയ്തു. ഇവിടെ നമ്മൾ ഇതേ രീതിയിൽ VLAN 2-ഉം VLAN 3-യും ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ VLAN -2 എൻ്റർ, നെയിം സെയിൽസ് എൻ്റർ. ഇവിടെ തന്നെ വേണമെങ്കിൽ നമുക്ക് VLAN സ്പേസ് 3 ക്രിയേറ്റ് ചെയ്യാം. എക്സിറ്റ് ചെയ്യാം. സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. VLAN സ്പേസ് 3 എൻ്റർ. എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ ഇവിടെ കാണിക്കും കേട്ടോ. ഇൻവാലിഡ് ഇൻപുട്ട് അറ്റ് എന്ന് കാണിക്കും. ഓക്കെ, നേരത്തെ ഞാൻ VALN എന്നായിരുന്നു ടൈപ്പ് ചെയ്ത്, അതുകൊണ്ടായിരുന്നു ഈ എറർ മെസ്സേജ് വന്നത്. അപ്പോൾ VLAN 3 എന്ന് ടൈപ്പ് ചെയ്തു, എൻ്റർ അടിച്ചു. ഇനി അതിൻ്റെ പേര് നെയിം മാർക്കറ്റിംഗ് എൻ്റർ. ഇനി നമുക്ക് ഇവിടുന്ന് എൻ്റർ അടിച്ചിട്ട് അത് പ്രിവിലേജ് മോഡിലേക്ക് വരാം. അവിടുന്ന് WR എന്ന് ടൈപ്പ് ചെയ്തിട്ട് റൈറ്റ് മെമ്മറി അതിലോട്ട് പോകാം. അപ്പോൾ രണ്ടാമത്തെ സ്വിച്ചിലും ഒന്നാമത്തെ സ്വിച്ചിലും നമ്മൾ ഇതുവരെ ക്രിയേറ്റ് ചെയ്തത് 2 VLAN ക്രിയേറ്റ് ചെയ്തു. അതായത് VLAN 2, VLAN 3 എന്നുള്ള 2 VLAN ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് ആദ്യത്തെ സ്വിച്ചിലോട്ട് തന്നെ പോവാം. VLAN
ഇവിടെ നമ്മൾ VLAN ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിന് നമുക്ക് ഒരു IP അഡ്രസ്സ് കൊടുക്കാം. VLAN 2ന് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ച IP അഡ്രസ്സ് എത്രയായിരുന്നു? നമ്മൾ VLAN 2ന് കൊടുക്കാൻ പറഞ്ഞ IP അഡ്രസ്സ് 192.168 സെയിൽസിലല്ലേ VLAN 1 വിടുന്നത്. അപ്പോൾ 192.168.1.1 എന്നുള്ള ആ ഒരു IP ആണ് നമ്മൾ അതിനകത്ത് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന കമാൻഡാണ് നമ്മൾ എന്താണ് നെറ്റ്വർക്ക് സ്വിച്ച് 1ൽ ഡബിൾ ക്ലിക്ക് ചെയ്യും ഈ രീതിയിൽ. അതിനുശേഷം കോൺഫിഗർ ടെർമിനൽ അടിക്കും. പിന്നെ ഇൻ്റർഫേസ് VLAN 2 എന്ന് ടൈപ്പ് ചെയ്യും. അതായത് VLAN 2ലാണ് നമുക്കിനി IP അഡ്രസ്സ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇൻ്റർഫേസ് സ്പേസ് VLAN 2, പിന്നെ എന്താണ് IP അഡ്രസ്സ് സ്പേസ് നമ്മൾ IP അഡ്രസ്സ് ആഡ് ചെയ്യും. നോ ഷട്ട് ഡൗൺ എന്നുള്ള കമാൻഡ് കൊടുക്കും, എക്സിറ്റ് അടിക്കും. പിന്നെ ഇൻ്റർഫേസ് VLAN 3 ടൈപ്പ് ചെയ്യും. അവിടെ നമ്മൾ 192.168.2.1 എന്നുള്ള IP അഡ്രസ്സ് കൊടുക്കും, നോ ഷട്ട് ഡൗൺ കൊടുക്കും, എൻ്റെയും റൈറ്റ് മെമ്മറി അടിക്കും. അത്രയാണ് ഒന്നാമത്തെ സ്വിച്ചിനകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ സ്വിച്ച് ഓപ്പൺ ചെയ്തു. ഫ്ലോർ 1 ആണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇവിടെ നമ്മൾ കോൺഫിഗർ ടെർമിനൽ അടിക്കാം. കോൺഫിഗർ ടെർമിനൽ ഫ്ലോർ 1ൽ. ഇനി ഇൻ്റർഫേസ് VLAN 2. അപ്പോൾ IF എന്നുള്ള മെസ്സേജ് അവിടെ കാണുന്നുണ്ട്. ഇൻ്റർഫേസ് VLAN 2 ആണ്. ഇനി നമുക്ക് IP അഡ്രസ്സ് കൊടുക്കാം. IPADD എന്ന് ടൈപ്പ് ചെയ്ത് ടാബ് അടിച്ചാൽ IP അഡ്രസ്സ് വരും. 192.168.1.1 സ്പേസ് 255.255.255.0. ഈ 255.255.255.0 എന്നുള്ളത് ആണ് നമ്മൾ ശരിക്കും /24 എന്ന് പറയുന്നത്. കാരണം ഇവിടെ ഈ 3 255നും നമ്മൾ ബൈനറി വാല്യൂ ടൈപ്പ് ചെയ്യുന്നതിൽ 111 അങ്ങനെ 8 പ്രാവശ്യം 1 ആണ് അടിക്കുന്നത് അല്ലേ. അപ്പോൾ അതാണ് 8×3 = 24 വരുന്നത്. 24 നെറ്റ്വർക്ക് ബിറ്റാണ്. അപ്പോൾ അത് നെറ്റ്വർക്കിൻ്റെ ലെങ്ത് ആണ് പറയുന്നത്. 192.168.1.1/24 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എൻ്റർ അടിച്ചു. അതിനുശേഷം ഇനി നമുക്ക് നോ ഷട്ട് ഡൗൺ എന്നുള്ള കമാൻഡ് കൊടുക്കണം. നോ ഷട്ട് ഡൗൺ, നോ ഷട്ട് ഡൗൺ കൊടുത്തു. ഇനി രണ്ടാമത്തെ VLAN അതിൻ്റെ IP അഡ്രസ്സ് കൊടുക്കണം. അപ്പോൾ ഇവിടെ എക്സിറ്റ് അടിക്കാം. ഇൻ്റർഫേസ് VLAN സ്പേസ് 3. ഞാൻ VLAN പകരം സ്പെല്ലിംഗ് തെറ്റിച്ചാണ് ഇത്. VLAN സ്പേസ് 3. ഓക്കെ, ഇൻ്റർഫേസ് VLAN 3 എൻ്റർ. ഇവിടെ നമ്മൾ വീണ്ടും ഇതേ രീതിയിൽ IP അഡ്രസ്സ് 192.168.2.1 സ്പേസ് 255.255.255.0 നോ ഷട്ട് ഡൗൺ. എൻഡ്. പിന്നെ റൈറ്റ് മെമ്മറി WRITE സ്പേസ് ME റൈറ്റ് മെമ്മറി, അതാണ് WR നമ്മൾ കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇപ്പോൾ ഒന്നാമത്തെ കമ്പ്യൂട്ടറിൽ ഒന്നാമത്തെ സ്വിച്ചിൽ നമ്മൾ പേര് മാറ്റി, പിന്നെ 2 വിർച്വൽ LAN ക്രിയേറ്റ് ചെയ്തു, അതിൻ്റെ IP അഡ്രസ്സ് കൊടുത്തു. ഇനി രണ്ടാമത്തെ കമ്പ്യൂട്ടറിൽ വീണ്ടും IP അഡ്രസ്സ് കൊടുക്കേണ്ട ആവശ്യമില്ല.
കാരണം ഒന്നാമത്തെ സ്വിച്ചാണ് ഇവിടെ നമുക്ക് ഒരു ഗേറ്റ് വേ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ IP അഡ്രസ്സ് ഇവിടെ കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് കമ്പ്യൂട്ടറിനകത്ത് ഇവിടെ IP അഡ്രസ്സ് കൊടുത്തു നോക്കാം. ഓക്കെ, ഈ രണ്ട് കമ്പ്യൂട്ടറിനകത്ത് IP അഡ്രസ്സ് കൊടുത്തിട്ട് ഇവിടുന്ന് സ്വിച്ചിൻ്റെ നമ്മൾ IP അഡ്രസ്സ് കൊടുത്തല്ലോ 192.168.1.1 അതുപോലെ തന്നെ 2.1 കൊടുത്തിട്ടുണ്ട്. ഇവിടെ മൗസ് വെച്ച് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും ഫുള്ള് ഡീറ്റെയിൽസ്. ഇഥർനെറ്റ് ഫാസ്റ്റ് ഇഥർനെറ്റ് 0/1 എന്നുള്ളത് അപ്പാണ്. അതുപോലെ തന്നെ ഫാസ്റ്റ് ഇഥർനെറ്റ് 0/2 എന്നുള്ളത് അപ്പാണ്. ആ ലിസ്റ്റിൽ ഏറ്റവും മുകളിൽ നിന്ന് താഴോട്ട് നോക്കി അറിയാൻ പറ്റും. ഫസ്റ്റ് 1ഉം 2ഉം അപ്പാണ്. അതുപോലെ ഏറ്റവും താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും VLAN 1, VLAN 2, VLAN 3. അപ്പോൾ VLAN 1 എന്നുള്ളത് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു VLAN അല്ല. അത് ഡീഫാൾട്ടായിട്ട് എല്ലാ സ്വിച്ചിനകത്തും കമ്പനി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു VLAN ആണ്. അത് നോർമലായിട്ട് നമ്മൾ യൂസ് ചെയ്യാത്ത VLAN ഒക്കെ ആ ഒരു പോർട്ടിലായിരിക്കും. അതായത് നമ്മൾ യൂസ് ചെയ്യാത്ത പോർട്ടൊക്കെ ആ VLAN 1-ലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് VLAN 2ഉം VLAN 3 ആണ്. VLAN 2-നകത്ത് നമ്മൾ കൊടുത്തത് IP അഡ്രസ്സ് 192.168.1/24. VLAN 3-ൽ 192.168.2.1/24 അങ്ങനെയുള്ള ഒരു നമ്പറാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഓരോ കമ്പ്യൂട്ടറിനകത്തും IP അഡ്രസ്സ് കൊടുക്കുക. അതിന് കമ്പ്യൂട്ടർ ക്ലിക്ക് ചെയ്യുക, ഡെസ്ക്ടോപ്പിൽ ക്ലിക്ക് ചെയ്തിട്ട് IP കോൺഫിഗറേഷനിൽ വരിക. അവിടുന്ന് നമുക്ക് IP അഡ്രസ്സൊക്കെ കൊടുക്കാൻ പറ്റും. സ്റ്റാറ്റിക് IP അഡ്രസ്സാണ് കൊടുക്കുന്നത്. ഇത് സെയിൽസ് PC ആണല്ലോ അല്ലേ. സെയിൽസ് PCയിൽ നമ്മൾ 192.168.1.2 എന്നുള്ള IP ആണ് നമ്മൾ ഒന്നാമത്തെ കമ്പ്യൂട്ടറിന് പ്ലാൻ ചെയ്തത്. ഓക്കെ, അതുപോലെ തന്നെ സബ്നെറ്റ് മാസ്ക് 255.255.255.0. ഡിഫാൾട്ട് ഗേറ്റ് വേ ഏതായിരിക്കും? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? (192.168.1.1) കാരണം ഈ ഒരു നെറ്റ്വർക്ക് 192.168.1 എന്നുള്ള നെറ്റ്വർക്കാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ 192.168.1.1 എന്നുള്ള ഡിഫാൾട്ട് ഗേറ്റ് വേ ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും കൊടുത്തിട്ട് നമ്മൾ ക്ലോസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഒന്നുകൂടെ കമാൻഡ് പ്രോംപ്റ്റിൽ വന്നിട്ട് നമുക്കൊന്ന് പിങ് ചെയ്ത് നോക്കാം. 192.168.1.1 പിങ് ആവുന്നുണ്ടോ എന്നുള്ളത്. പിങ് 192.168.1.1. പിങ് ആവുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സ്വിച്ചിൽ നിന്ന് കമ്പ്യൂട്ടറിനകത്തേക്കുള്ള പോർട്ട് നമ്മൾ ആക്സസ് പോർട്ടാക്കി മാറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഇവിടെ പിങ് ആവാത്തത്. ആ ഒരു കാര്യം കൂടി നമുക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതൊന്ന് ചെയ്യാം. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് രണ്ടാമത്തെ കമ്പ്യൂട്ടറിന് കൂടി മാർക്കറ്റിംഗ് പീസിൽ അതിനകത്ത് ഇവിടെ നമുക്ക് IP അഡ്രസ്സ് കൊടുക്കാം. ഡെസ്ക്ടോപ്പ് IP കോൺഫിഗറേഷൻ 192.168.2.2. അതാണ് നമ്മൾ സെയിൽസ് PC 1 മാർക്കറ്റിംഗ് PC 1-ന് വേണ്ടിയിട്ടുള്ള IP ആയിട്ട് ഡിസൈഡ് ചെയ്തത്. അതിൻ്റെ സബ്നെറ്റ് മാസ്ക് വരുന്നത് അതിൻ്റെ സബ്നെറ്റ് മാസ്ക് 255.255 തന്നെയാണ് വരുന്നത്. ഗേറ്റ് വേ വരുന്നത് 192.168.2.1. അതാണ് ഇതിൻ്റെ ഗേറ്റ് വേ ആയിട്ട് വരുന്നത്. പിന്നെ നമ്മൾ ആക്സസ് പോർട്ട് സെറ്റ് ചെയ്യണം. അതിനകത്ത് എന്ത് നമ്മൾ സ്വിച്ച് ഫ്ലോർ 1-നകത്തുള്ള സ്വിച്ച് ഓപ്പൺ ചെയ്യാം. ഫ്ലോർ 1-നകത്തുള്ള സ്വിച്ച് ഓപ്പൺ ചെയ്തു. ഇതിനകത്ത് നമുക്ക് എന്താ വേണ്ടത്? ഫാസ്റ്റ് ഇഥർനെറ്റ് പോർട്ട് 1-ലും 2-ലാണ് നമ്മൾ കമ്പ്യൂട്ടർ കണക്ട് ചെയ്തിട്ടുള്ളത് അല്ലേ. ഫാസ്റ്റ് ഇഥർനെറ്റ് പോർട്ട് 1ഉം 2 ആണ് നമ്മൾ കമ്പ്യൂട്ടർ കണക്ട് ചെയ്തിട്ടുള്ളത്. സ്വിച്ചിലേക്ക് കണക്ട് ചെയ്ത് നമ്മൾ ജിഗാബൈറ്റ് പോർട്ടാണ്.
അപ്പോൾ നമ്മൾ ഫാസ്റ്റ് ഇഥർനെറ്റ് പോർട്ട് 1 ഉം 2 നമുക്ക് VLAN വേണ്ടിയിട്ട് കോൺഫിഗർ ചെയ്യണം. അപ്പോൾ കോൺഫിഗ് ടൈ കോൺഫിഗർ ടെർമിനൽ ഈ ഫാസ്റ്റ് ഇഥർനെറ്റ് ഫാസ്റ്റ് ഇഥർനെറ്റ് ഇൻ്റർഫേസ് ഫാസ്റ്റ് ഇഥർനെറ്റ് കേട്ടോ, ഇൻ്റർഫേസ് ഫാസ്റ്റ് ഇഥർനെറ്റ് 0/1 അതാണ് നമ്മൾ സെയിൽസ് PC-യിലോട്ട് കൊടുത്തത്. എൻ്റർ അടിച്ചു. അവിടെ നമ്മൾ ഇനി കൊടുക്കുന്ന കമാൻഡാണ് നമ്മൾ സ്വിച്ച് പോർട്ട് മോഡ്, ആക്സസ് മോഡ്, ട്രങ്ക് മോഡ് എന്ന് നമ്മൾ 2 മോഡാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ ആക്സസ് മോഡിലാണ് കണക്ട് ചെയ്യുക. അപ്പോൾ ടൈപ്പ് ചെയ്യുക സ്വിച്ച് പോർട്ട് മോഡ്. ഞാനിവിടെ MO എന്ന് മാത്രമേ ടൈപ്പ് ചെയ്യുള്ളൂ. സ്വിച്ച് പോർട്ട് മോഡ് ആക്സസ് എൻ്റർ ചെയ്തു. അതിനുശേഷം സ്വിച്ച് പോർട്ട് ആക്സസ് VLAN 2. ഓക്കെ, നമ്മൾ ഫാസ്റ്റ് ഇഥർനെറ്റ് 0/1 ഇപ്പോൾ കോൺഫിഗർ ചെയ്യുന്നത്. അതിനകത്ത് നമ്മൾ ചെയ്തത് എന്താണ്, ഇൻ്റർഫേസ് ആക്സസ് ചെയ്തു ഫാസ്റ്റ് ഇഥർനെറ്റ് 0/1. അതിനുശേഷം സ്വിച്ച് പോർട്ട് മോഡ് ആക്സസിലോട്ട് മാറ്റി. നമ്മൾ 2 സ്വിച്ചുകൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന കമാൻഡ് സ്വിച്ച് പോർട്ട് മോഡ് ട്രങ്ക് എന്നാണ്. ഇവിടെ നമ്മൾ സ്വിച്ച് പോർട്ട് മോഡ് ആക്സസ് എന്ന് കൊടുത്തു, കാരണം കമ്പ്യൂട്ടറും സ്വിച്ചും തമ്മിലാണ് കണക്ട് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം സ്വിച്ച് പോർട്ട് ആക്സസ് VLAN 2, അതായത് ഈ ഫാസ്റ്റ് ഇഥർനെറ്റ് 0/1 പോർട്ടിന് VLAN 2-ലോട്ട് ആക്സസ് കൊടുത്തു. ഓക്കെ, അതിനുശേഷം അത് എൻഡ് ചെയ്തിട്ട് റൈറ്റ് മെമ്മറി കൊടുക്കുക. അതുപോലെ തന്നെ ഇനി എന്ത് ചെയ്യണം, ഫാസ്റ്റ് ഇഥർനെറ്റ് 0/2 കൂടെ കോൺഫിഗർ ചെയ്യണം. അപ്പോൾ ഒരു പോർട്ടാണ് നമ്മളിപ്പോൾ കോൺഫിഗർ ചെയ്തിട്ടുള്ളൂ. വീണ്ടും കോൺഫിഗ് ടി ഇൻ്റർഫേസ് ഫാസ്റ്റ് ഇഥർനെറ്റ് 0/2 എൻ്റർ. സ്വിച്ച് പോർട്ട് മോഡ് ആക്സസ്, പിന്നെ സ്വിച്ച് പോർട്ട് ആക്സസ് VLAN 3, സ്വിച്ച് പോർട്ട് ആക്സസ് VLAN 3 എൻ്റർ. ഇനി അത് നമ്മൾ റൈറ്റ് ചെയ്തിട്ട് എൻ്റർ അടിച്ചിട്ട് WR അടിക്കുക, റൈറ്റ് മെമ്മറി. അപ്പം നമ്മൾ എന്താണ് 2 VLAN-ഉം നമ്മൾ ആക്സസ് 2 പോർട്ടും നമ്മൾ ആക്സസ് മോഡായിട്ട് സെറ്റ് ചെയ്തു. ഇനി നമുക്ക് പിങ് ചെയ്ത് നോക്കാം. 192.168.1-ലോട്ടും 2-ലോട്ടും പിങ് ചെയ്ത് നോക്കാം. ഇവിടെ ഇത് കോൺഫിഗർ ആവുന്നേ ഉള്ളൂ, അതുകൊണ്ടാണ് ഈ ഒരു കളർ വ്യത്യാസം. അപ്പോൾ കോൺഫിഗറേഷൻ അവിടെ കഴിഞ്ഞു, ഗ്രീൻ കളറായി. അപ്പോൾ വീണ്ടും നമ്മൾ PC1 സെയിൽസിൻ്റെ PC1-ൽ വന്നു, കമാൻഡ് പ്രോംപ്റ്റ് എടുത്തു. നേരത്തെ നമ്മൾ ടൈപ്പ് ചെയ്ത കമാൻഡ് ഏതായിരുന്നു, 192.168 അല്ലേ, പിങ് 192.168.1.1. അത് തന്നെ വീണ്ടും കൊടുത്തു നോക്കാം. അപ്പം ഈ ഒരു പ്രാവശ്യം നമുക്ക് റിപ്ലൈ വന്നു അല്ലേ, നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. റിപ്ലൈ ഫ്രം 192.168.1.1, സെൻഡ് 4, റിസീവ്ഡ് 4, ലോസ്റ്റ് 0. അപ്പോൾ അത് ഫുള്ള് 192.168.1, അതായത് ഇതിൻ്റെ ഗേറ്റ് വേ ആയിട്ട് പിങ് ആവുന്നുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ PC മാർക്കറ്റിംഗ് PC-നകത്തുനിന്ന് പിങ് ചെയ്ത് നോക്കാം. ഏതിനകത്തോട്ട്, 192.168.2.1-നകത്തോട്ട്. പിങ് 192.168.2.1. ഇതും പിങ് ആവണം. ഇവിടെയും കണക്ഷൻ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ 2 കമ്പ്യൂട്ടറിനും, അതായത് സെയിൽസ് PC-നകത്തുനിന്ന് സ്വിച്ചിൻ്റെ ഗേറ്റ് വേയിലോട്ട് നമുക്ക് കണക്ഷൻ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ മാർക്കറ്റിംഗ് PC-നകത്തുനിന്ന് ഇതിൻ്റെ ഗേറ്റ് വേയിലോട്ട്
കണക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? സ്വിച്ച് 2-നകത്ത് ഈ കാര്യങ്ങളൊക്കെ കോൺഫിഗർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ സ്വിച്ച് 2 കോൺഫിഗർ ചെയ്യാം. ഇവിടെ നമ്മൾ എനേബിൾ ചെയ്യണം. വീണ്ടും കോൺഫിഗ് ടെർമിനൽ. ഇവിടെ നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത് ഏതൊക്കെയാണ്? ഇതേ രീതിയിൽ തന്നെ ഫാസ്റ്റ് ഇഥർനെറ്റ് 0.1 സെയിൽസിലോട്ടും ഫാസ്റ്റ് ഇഥർനെറ്റ് 0.2 എന്നുള്ളത് മാർക്കറ്റിംഗ് ബേസിലേക്കാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സെയിം കമാൻഡ് തന്നെയാണ് വേണ്ടത് ഇവിടെ. അപ്പോൾ ഫാസ്റ്റ് ഇൻ്റർഫേസ് ഫാസ്റ്റ് ഇഥർനെറ്റ് 0/1 സ്വിച്ച് പോർട്ട് മോഡ് ആക്സസ് എൻ്റർ സ്വിച്ച് പോർട്ട് ആക്സസ് VLAN 2 എക്സിറ്റ് ഫാസ്റ്റ് ഇൻ്റർഫേസ് ഫാസ്റ്റ് ഇഥർനെറ്റ് 0/2 സ്വിച്ച് പോർട്ട് മോഡ് ആക്സസ് സ്വിച്ച് പോർട്ട് ആക്സസ് VLAN 3. അപ്പോൾ ഈ രണ്ട് കോൺഫിഗറേഷൻ നമ്മൾ സെക്കൻഡ് സ്വിച്ചിനകത്തും, അതായത് ഫ്ലോർ 2-നകത്തുള്ള സ്വിച്ചിലും നമ്മൾ ചെയ്തു. അതായത് VLAN 2-ഉം VLAN 3-യും നമ്മൾ ആക്സസ് ചെയ്തു പോർട്ട് 1-നും 2-നും വേണ്ടിയിട്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ഫ്ലോറിനകത്തുള്ള കമ്പ്യൂട്ടറിൻ്റെ IP അഡ്രസ്സ് കൊടുക്കാനുണ്ട്. ഓക്കെ, നമ്മൾ ഇവിടെയാണ് കമ്പ്യൂട്ടറിൻ്റെ IP കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു കമ്പ്യൂട്ടറിനും കൂടെ IP അഡ്രസ്സ് കൊടുക്കണം. അതും ഫാസ്റ്റായിട്ടൊന്ന് കൊടുക്കാം. ഡെസ്ക്ടോപ്പ് IP അഡ്രസ്സ് ഇവിടെ 192.168.2.1 അല്ല 2.2 ആണ് ഇവിടെ വരുന്നത്. ഇതൊക്കെ ഞാൻ ഈ എന്താണ് കോൺഫിഗറേഷനിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കോൺഫിഗറേഷനകത്ത് നമ്മൾ നേരത്തെ എഴുതി വെച്ച ലിസ്റ്റ് പ്രകാരമാണ് കൊടുക്കുന്നത്. മാർക്കറ്റിംഗ് PCക്ക് നമ്മൾ കൊടുക്കുന്ന IP അഡ്രസ്സാണ് 192.168.2/2. ഓക്കെ, മാർക്കറ്റിംഗ് PC 1-ന് കൊടുക്കുന്ന IP അഡ്രസ്സാണ് 192.168.2.2. അതുപോലെ മാർക്കറ്റിംഗ് PC 2-ന് കൊടുക്കുന്നതാണ് 2.3. ഓക്കെ, അപ്പോൾ ഇത് സെയിൽസ് PC ആണല്ലേ. അപ്പോൾ സെയിൽസ് PC ആകുമ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുന്നത് 192.168.1.3 ആണ്. ഓക്കെ, ഇത് സെയിൽസ് PC ആയതുകൊണ്ട് 1.3 ആണ് കൊടുക്കുന്നത്. അതിൻ്റെ IP ഡിഫാൾട്ട് ഗേറ്റ് വരുന്നത് 192.168.1.1. ഓക്കെ, ഇത് സെയിൽസ് PC ആയതുകൊണ്ട് 192.168.1 സീരീസിലാണ് വരുന്നത്. ക്ലോസ് ചെയ്യാം. മാർക്കറ്റിംഗ് PCനകത്ത് ഇതേ രീതിയിൽ കോൺഫിഗർ ചെയ്യുക IP അഡ്രസ്സ്. മാർക്കറ്റിംഗ് PCനകത്ത് 192.168.2.3 അതാണ് മാർക്കറ്റിംഗ് PC 2-ൻ്റെ IP അഡ്രസ്സ്. 192.168.2.1 ആണ് അതിൻ്റെ ഡിഫാൾട്ട് ഗേറ്റ് വേ. ഓക്കെ, അത് നമുക്ക് ഇതിനകത്തുനിന്ന് കാണാൻ പറ്റും. മാർക്കറ്റിംഗ് PC 2-ൻ്റെ IP അഡ്രസ്സ് 192.168.2.3, ഡിഫാൾട്ട് ഗേറ്റ് വേ 2.1. സെയിൽസ് PCൻ്റെത് 192.168.1.2 1.3 ആണ്. അപ്പോൾ അത് കറക്റ്റ് ആണെന്നുള്ളത് ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ മൗസ് വെച്ചാൽ നമുക്ക് അറിയാൻ പറ്റും ഓരോന്നിൻ്റെ IP അഡ്രസ്സ്. ഇവിടെ 192.168.1.2 എന്ന് കാണിക്കുന്നുണ്ട് സെയിൽസ് PC.
മാർക്കറ്റിംഗ് പി സിനകത്ത് 192.168.2.2 എന്ന് കാണിക്കുന്നുണ്ട്. സെയിൽസ് പി സി 2നകത്ത് 192.168.1.3, മാർക്കറ്റിംഗ് പി സി 2നകത്ത് 192.168.2.3. അപ്പോൾ അത്രയും IP അഡ്രസ്സുകൾ നമ്മൾ എല്ലാ കമ്പ്യൂട്ടറിനും കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? ഈ എല്ലാ കോൺഫിഗറേഷൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ട്രങ്ക് പോർട്ട് ആഡ് ചെയ്യാനുണ്ട്. അതിന് നമ്മൾ ഫ്ലോർ 1നകത്തുള്ള സ്വിച്ച് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം കോൺഫിഗർ ടെർമിനലിൽ പോവാം. നമ്മൾ പോർട്ടിൻ്റെ പേര് ജിഗാബൈറ്റ് പോർട്ടാണ്. നമ്മൾ കോൺഫിഗ് ടി എന്നുള്ളതിന് ഞാൻ സ്പെല്ലിംഗ് തെറ്റിച്ചാണ് എഴുതിയത്. FIGT കോൺഫിഗർ ടെർമിനൽ. ഓക്കെ, ഇപ്പോൾ ഓക്കെ. ഇനി ഇൻ്റർഫേസ് ജിഗാബൈറ്റ് GIG എന്ന് ടൈപ്പ് ചെയ്ത് സ്പേസ് ഇട്ടാൽ ജിഗാബൈറ്റ് ഇഥർനെറ്റ് എന്ന് ഓട്ടോമാറ്റിക് വരും. 0/1 എൻ്റർ. ഇവിടെ നമുക്ക് അതേപോലെ തന്നെ കോൺഫിഗർ -IF ഇൻ്റർഫേസ് ആയതുകൊണ്ട് IF എന്ന് വന്നു. ഇവിടെ നമ്മൾ സ്വിച്ച് പോർട്ട് മോഡ് സ്പേസ് ട്രങ്ക് എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്തു. ഇനി വീണ്ടും നമ്മൾ സ്വിച്ച് പോർട്ട് ട്രങ്ക് അലൗഡ് VLAN ഓൾ. എല്ലാ VLAനും നമ്മളിവിടെ ആഡ് ചെയ്യുന്നതാണ്, അലോ ചെയ്യുന്നതാണ്. അപ്പോൾ ട്രങ്ക് സ്വിച്ച് പോർട്ട് ട്രങ്ക് അലോഡ് VLAN ഓൾ എന്നുള്ള ടൈപ്പ് ചെയ്തു, എൻ്റർ അടിച്ചു. അതുപോലെ തന്നെ അവിടെ നമുക്ക് എൻഡ് ചെയ്തിട്ട് നമുക്ക് റൈറ്റ് മെമ്മറി കൊടുക്കാം. അവിടെ ആ കോൺഫിഗറേഷൻ അവിടെ സേവായി. ഇനി ഇതേ രീതിയിൽ നമ്മൾ സ്വിച്ച് 2 ഫ്ലോർ 2നകത്തുള്ള പോയിട്ട് അവിടെ കോൺഫിഗർ ചെയ്യണം. അപ്പോൾ കോൺഫിഗ് ടെർമിനൽ ഇൻ്റർഫേസ് ജിഗാബൈറ്റ് 0/1 എൻ്റർ. സ്വിച്ച് പോർട്ട് മോഡ് ട്രങ്ക്. കാരണം ഇത് നമ്മൾ 2 സ്വിച്ച് തമ്മിലുള്ള കണക്ഷനാണ് ഇപ്പോൾ കോൺഫിഗർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ട്രങ്കായിട്ട് കോൺഫിഗർ ചെയ്യുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ട്രങ്ക് ഓള് പെർമിഷൻ കൊടുക്കണം. എല്ലാ VLAനും ട്രങ്ക് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കണം. സ്വിച്ച് പോർട്ട് ട്രങ്ക് അലൗഡ് VLAN ഓള് ഇത്രയും കൊടുത്തിട്ട് നമ്മൾ എൻഡ് അടിക്കുക, റൈറ്റ് മെമ്മറി അടിക്കുക, അത് സേവ് ചെയ്യാം. ഇനി നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ റണ്ണിങ് കോൺഫിഗറേഷൻ വേണമെങ്കിൽ കാണാം. ഷോ റണ്ണിങ് കോൺഫിഗറേഷൻ എൻ്റർ അടിക്കുക. ഇവിടെ നമുക്കിവിടെ കാണാൻ പറ്റും മൊത്തത്തിൽ ഷോ റണ്ണിങ് കോൺഫിഗറേഷൻ കഴിഞ്ഞിട്ട് വെർഷൻ 15, ഹോസ്റ്റ് നെയിം ഫ്ലോർ 2 ആണ്. പിന്നെ ഫാസ്റ്റ് ഇഥർനെറ്റ് 01. ഓക്കെ, ഫാസ്റ്റ് ഇഥർനെറ്റ് 01ൻ്റെ സ്വിച്ച് പോർട്ട് ആക്സസ് VLAN 2 ആണ്. സ്വിച്ച് പോർട്ട് മോഡ് ആക്സസ് ആണ്. അതുപോലെ തന്നെ ഫാസ്റ്റ് ഇഥർനെറ്റ് 02 എന്നുള്ളത് VLAN 3ക്കാണ് ആക്സസ് ചെയ്തിട്ടുള്ളത്. സ്വിച്ച് പോർട്ട് മോഡ് ആക്സസ് ആണ്. ബാക്കിയുള്ള പോർട്ടൊന്നും ഇവിടെ യൂസ് ചെയ്യുന്നില്ല. ലാസ്റ്റ് ജിഗാബൈറ്റ് ഇൻ്റർഫേസ് കാണാൻ പറ്റും. ഇവിടെ 01 സ്വിച്ച് പോർട്ട് മോഡ് ട്രങ്ക്. അതുപോലെ
ജിഗാബൈറ്റ് ഇഥർനെറ്റ് 02 യൂസ് ചെയ്യുന്നില്ല. 01 ആണ് നമ്മൾ ട്രങ്ക് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇൻ്റർഫേസ് VLAN 1 നോ IP അഡ്രസ്സ് ഷട്ട് ഡൗൺ. ഓക്കെ, അപ്പോൾ അതിൽ എല്ലാം കറക്റ്റാണ്. ഇനി നമുക്ക് ഒന്ന് പിങ് ചെയ്ത് നോക്കാം. ഇതേ രീതിയിൽ സെയിൽസ് PC 2 എന്ന് IP അഡ്രസ്സ് പിങ് ചെയ്ത് നോക്കാം. പിങ് 192.168.1.1. .1 168.1.1 പിങ് ആവുന്നുണ്ട്. സക്സസ്ഫുള്ളി പിങ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ മാർക്കറ്റിംഗ് PCനകത്ത് നിന്ന് പിങ് ചെയ്ത് നോക്കാം. പിങ് 192.168.2.1. ഇത് മാർക്കറ്റിംഗ് PC ആയതുകൊണ്ട് 2.1 എന്നുള്ള സീരീസ് ആണ് നമ്മൾ കൊടുത്തത് IP. അപ്പോൾ ഇതും പിങ് ആവുന്നുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് വേറൊരു കാര്യം നോക്കേണ്ടത്, ഒന്നാമത്തെ ഫ്ലോറിലുള്ള ഇതിൻ്റെ IP അഡ്രസ്സ്, സെയിൽസ് 1ൻ്റെ IP അഡ്രസ്സ് 192.168.1.2 ആണ് അല്ലേ. 1.2 അതായത് 168.1.2. ഇത് 192.168.1.2 ആണ് ഇതിൻ്റെ IP അഡ്രസ്സ്. പിന്നെ ഇത് 192.168.2.2 ആണ് ഇതിൻ്റെ IP അഡ്രസ്സ്. .192.168.1.3 ആണ് ഇതിൻ്റെ സെയിൽസ് PC 2ൻ്റെ IP അഡ്രസ്സ്. 192.168.2.3 ആണ് മാർക്കറ്റിംഗ് PC 3യുടെ IP അഡ്രസ്സ്. അപ്പോൾ ഇനി ഇതിനകത്ത് നമുക്ക് 1.2-നകത്തുനിന്ന് 1.3 പിങ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് 1.2 ആണ് ഇതിൻ്റെ IP അഡ്രസ്സ്. CLS എന്താ അറിയില്ല. അപ്പോൾ പിങ് പിങ്ങല്ല, ആദ്യം നമുക്ക് IP കോൺഫിഗ് നോക്കാം. ഈ IP കോൺഫിഗ് നമുക്കറിയാം, ഇവിടെ 192.168.1.2 ആണ് ഈ കമ്പ്യൂട്ടറിൻ്റെ IP അഡ്രസ്സ്. ഇവിടെ നമ്മൾ പിങ് കമാൻഡ് കൊടുക്കുകയാണ്. പിങ് 192.168.1.3. ഓക്കെ, 1.2 നമ്മൾ 1.3 സെക്കൻഡ് ഫ്ലോറിലുള്ള കമ്പ്യൂട്ടറിലേക്ക് പിങ് ചെയ്ത് നോക്കുകയാണ്. കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ അവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. അതേ രീതിയിൽ നമുക്ക് 2.2 അല്ലെങ്കിൽ രണ്ടാമത്തെ മാർക്കറ്റിംഗ് PCയിലുള്ള കമ്പ്യൂട്ടറായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. മാർക്കറ്റിംഗ് PC ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നില്ല. അപ്പോൾ സെയിൽസ് PCയും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. മാർക്കറ്റിംഗ് PCയും സെയിൽ PCയും പരസ്പരം കമ്മ്യൂണിക്കേഷൻ ഇല്ല. ഇൻ്റർനെറ്റ് ആക്ടിവിറ്റി ഉണ്ട്, കാരണം നമുക്ക് ഗേറ്റ് വേ ആയിട്ട് പിങ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇൻ്റർനെറ്റ് ആക്ടിവിറ്റി, അതായത് ഗേറ്റ് വേയിൽ പിങ് ആവുന്നുണ്ടെങ്കിൽ ഇൻ്റർനെറ്റ് കിട്ടുമെന്നാണ് അർത്ഥം. 192.168.1.1 അതാണ് നമ്മുടെ ഗേറ്റ് വേ. അതിനകത്തോട്ട് പിങ് ആവുന്നുണ്ട്. ഓക്കെ, 192.168.1.1 അതുപോലെ തന്നെ മാർക്കറ്റിംഗ് PCനകത്തു നിന്നാണെങ്കിൽ 192.168.2.1 പിങ് ആവുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ലെയർ 2 സ്വിച്ച് കോൺഫിഗർ ചെയ്യുന്നത്. ഓക്കെ, ഇതിനകത്ത് നമ്മൾ ആക്സസ് മോഡ്
കോൺഫിഗർ ചെയ്യുന്നുണ്ട്, ആക്സസ് പോർട്ട് കോൺഫിഗർ ചെയ്യുന്നുണ്ട്, ട്രങ്ക് പോർട്ട് കോൺഫിഗർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ഏരിയയിലാണ് ട്രങ്ക് പോർട്ട് കോൺഫിഗർ ചെയ്യുന്നത്, 2 സ്വിച്ച് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ 2 കമ്പ്യൂട്ടറും അല്ല ഒരു കമ്പ്യൂട്ടറും സ്വിച്ചും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആക്സസ് പോർട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ 2നും ഡിഫറെൻറ്റ് IP. ഈ സെയിൽസ് PCക്ക് 192.168.1.2ഉം അതുപോലെ തന്നെ രണ്ടാമത്തെ സെയിൽസ് PCക്ക് 192.168.1.3ഉം. ഓക്കെ, ഇതാണ് ലാസ്റ്റ് നമ്പർ നോക്കിയാൽ അറിയാൻ പറ്റും. ഇത് രണ്ടും ഒരേ ഗ്രൂപ്പിൽപ്പെട്ട കമ്പ്യൂട്ടറാണ്, ഒരേ നെറ്റ്വർക്കിൽ പെട്ടതാണ്. രണ്ടാമത്തെ 192.168.2.2ഉം അതുപോലെ തന്നെ 2.3ഉം മാർക്കറ്റിംഗ് PCകളാണ്. ഓക്കെ, അത് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ മാർക്കറ്റിംഗ് PCനകത്ത് നിന്ന് പിങ് ചെയ്ത് നോക്കാം. ഈ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് ഇതിൻ്റെ IP കോൺഫിഗ് നോക്കാം. IP കോൺഫിഗ് 192.168.2.2 ആണ്. ഓക്കെ, അവിടെ നിന്ന് നമ്മൾ പിങ് ചെയ്ത് നോക്കാം 2.3യിലേക്ക്. അവിടെ പിങ് പോസിബിൾ ആണ്. അപ്പോൾ ഓരോ നെറ്റ്വർക്കും പരസ്പരം പിങ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഡാറ്റ ട്രാൻസ്ഫർ പോസിബിൾ ആണ്. ഓക്കെ, ഇതാണ് ലെയർ 2 കോൺഫിഗറേഷൻ. ഓക്കെ, ഇപ്പോൾ ഇനി നമുക്ക് ലെയർ 3 കോൺഫിഗറേഷൻ പഠിക്കേണ്ടതുണ്ട്, അത് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അതിനിടയ്ക്ക് നിങ്ങൾ ഇതൊന്ന് ഞാൻ തന്ന നോട്ടും ഒക്കെ ഒന്ന് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുക. ഓക്കെ, ഈ ഒരു ലിസ്റ്റ് പ്രകാരമാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, അതേ കമാൻഡാണ് അതേ രീതിയിൽ ഇവിടെ കോപ്പി ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ എനേബിള് എല്ലാ കമാൻഡ്സ് അതേ രീതിയിൽ കൊടുത്തിട്ടുണ്ട്, ഓരോ ഫ്ലോറിലുള്ളതും അതിൻ്റെ പേര് മാറ്റുന്നതും പിന്നെ VLAN ക്രിയേറ്റ് ചെയ്യുന്നതും ഓരോന്നിനും ഇവിടെ നെറ്റ്വർക്ക് കോൺഫിഗറേഷൻ സ്വിച്ച് പിന്നെ നെറ്റ്വർക്ക് കോൺഫിഗറേഷനാണ് VLAN സ്വിച്ച് 1ൽ ഫ്ലോർ 1ൽ കൊടുക്കുന്നത്. അതിന് എന്താണ് കോൺഫിഗർ ടെർമിനൽ ഇൻ്റർഫേസ് VLAN 2 ക്രിയേറ്റ് ചെയ്തു, അതിന് IP അഡ്രസ്സ് കൊടുത്തു. അതുപോലെ തന്നെ VLAN 3ക്ക് രണ്ടാമത്തെ IP അഡ്രസ്സ് കൊടുത്തു. പിന്നെ നമ്മുടെ VLAN 2ൽ നമ്മൾ സെയിൽസിൻ്റെ കമ്പ്യൂട്ടറും VLAN 3ൽ മാർക്കറ്റിങ്ങിൻ്റെ കമ്പ്യൂട്ടറാണ് കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് എന്താണ് അവർക്ക് പരസ്പരം പിന്നെ VLAN 3ലുള്ള കമ്പ്യൂട്ടറിന് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, അതുപോലെ VLAN 2ലുള്ള കമ്പ്യൂട്ടറിന് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഓരോന്നിനും കൊടുത്ത IP അഡ്രസ്സ് നോട്ട് ചെയ്യാം. പിന്നെ ആക്സസ് പോർട്ട് സെറ്റ് ചെയ്തത് കണക്ട് കമ്പ്യൂട്ടറിന് വേണ്ടിയിട്ടാണ് ആക്സസ് പോർട്ട് സെറ്റ് ചെയ്തത്. ട്രങ്ക് പോർട്ട് കൊടുത്തത് സ്വിച്ചിന് വേണ്ടിയിട്ടാണ്. പിന്നെ ആക്സസ് പോർട്ട് സെറ്റ് ചെയ്യുന്ന മെത്തേഡ് സ്വിച്ചിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം അതിൻ്റെ കോൺഫിഗറേഷനകത്ത് ഇൻ്റർഫേസ് 01 ഇൻ്റർഫേസ് 01 എന്ന് പറയുന്നത് ഈ ഒരു പോർട്ട്. ഈ സ്വിച്ചിനകത്ത് നിങ്ങൾക്ക് കാണാം ഈ സ്വിച്ചിനകത്ത് ആദ്യത്തെ താഴോട്ടുള്ള ഫസ്റ്റ് കമ്പ്യൂട്ടറിലേക്ക് കൊടുത്തത് ഫാസ്റ്റ് ഇഥർനെറ്റ് 01 ആണ്, ഇവിടെ കാണിക്കുന്നുണ്ട്. അത് നമ്മൾ ആക്സസ് പോർട്ട് മോഡ് സെറ്റ് ചെയ്തിട്ട് VLAN 2 കണക്ട് ചെയ്തു. ഓക്കെ, രണ്ടാമത്തെ കേബിള് ഫാസ്റ്റ് ഇഥർനെറ്റ് 0/2 ആണ്, ഇതിൻ്റെ പേര് കാണിക്കുന്നുണ്ട്. അത് നമ്മൾ ആക്സസ് മോഡ് സെറ്റ് ചെയ്തിട്ട് VLAN 3 കണക്ട് ചെയ്തു. അതേപോലെ ഇത് ജിഗാബൈറ്റ് പോർട്ടാണ്, GIG 01 ആണ്. അത് നമ്മൾ ട്രങ്ക് പോർട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് എല്ലാ VLANനും, അതായത് VLAN 1 VLAN 2 ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. പക്ഷെ നമ്മൾ VLAN all എന്നുള്ള എല്ലാ VLANനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമാൻഡാണ് കൊടുത്തത്. കാരണം ഈ സ്വിച്ചിനകത്ത് വീണ്ടും ഒരു വിർച്വൽ ലാനും കൂടി ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് സെപ്പറേറ്റ് ആയിട്ട് കമാൻഡ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ പോർട്ടൽ ഓട്ടോമാറ്റിക്കായിട്ട് ട്രങ്ക് VLAN all ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ലെയർ 3 സ്വിച്ചിൻ്റെ കോൺഫിഗറേഷനാണ് പഠിക്കേണ്ടത്. ലെയർ 3 സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം.
ഈ ഒരു രീതിയിലുള്ള നെറ്റ്വർക്കിംഗ് ആണ് ലെയർ 3. ഓക്കെ, ഇതിനകത്ത് നമ്മൾ ലെയർ 2 സ്വിച്ച് യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ മുകൾ ഭാഗത്ത് ഇതിനെ രണ്ടിനെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലെയർ 3 സ്വിച്ച് വേറെ കണക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് ലെയർ 3 സ്വിച്ച് കോൺഫിഗറേഷനിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതാണ് പഠിക്കേണ്ടത്. ഓക്കെ.